ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. ഒരു വർഷത്തിലധികമായിട്ട് കൈകാലുകൾ തളർന്നു കിടന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ്. ദൈവം അത്ഭുതകരമായി പ്രാർത്ഥനയിലൂടെ സൗഖ്യമാക്കി കർത്താവിൻ്റെ ദാസൻ്റെ വലിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നാം ഇന്ന് കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ സാക്ഷ്യം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സണ്ണിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ ഇതൊക്കെയുണ്ട് വിശേഷങ്ങൾ. സന്തോഷമായിരിക്കുന്നു. ഓക്കെ, പ്രവർത്തനങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ടല്ലോ ഇല്ലേ? നന്നായി പോകുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു പാസ്റ്റർ ഹിന്ദിക്കാരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് തോന്നിയ മുംബൈയില് അല്ലേ? ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ, അവിടെ കർത്താവ് ഉപയോഗിക്കട്ടെ. ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അപ്പാ. അങ്ങയുടെ സന്നിധാനത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, പ്രിയ കർത്താവിൻ്റെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം, ഞങ്ങളുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ. കർത്താവ് നടത്തിയ വിധങ്ങൾ വഴികൾ സംസാരിപ്പാനുള്ള എല്ലാ ദൈവകൃപയും ദാസന്റെ മേൽ കൊടുത്താട്ട യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസനെ ഇനിയുള്ള സമയം ഞാൻ കർത്താവിന്റെ ദാസന് നൽകി തരികയാണ്. ജീവിതത്തിന്റെ അനുഭവങ്ങളെ ദൈവദാസന് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനു മുന്നമേ കർത്താവിന്റെ ദാസൻ എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാട്ട്, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് കൂടെ ഒന്ന് പറഞ്ഞാട്ട്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് മുംബൈ പാൽഘർ ജില്ലയിലെ നല്ല സുപ്പാർ എന്ന സ്ഥലത്താണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഭാര്യയും എനിക്ക് 3 മക്കളുമാണ്. മൂത്ത മകളും 2 കുഞ്ഞുങ്ങളും ഹസ്ബൻഡും കൽപ്പറ്റ വയനാട്ടിൽ കർത്താവിന് വേല ചെയ്യുന്നു. ചർച്ച കൊണ്ട് ശുശ്രൂഷകരായിരിക്കുന്നു. ഇളയ മകളും മരുമകനും ഒരു കുഞ്ഞും ഒരു തിരുവല്ലായി കിഴക്കുമുത്ര സ്ഥലത്ത് ഒരു ചർച്ചിന്റെ ശുശ്രൂഷകരായിരിക്കുന്നു. ഇളയ മകന് കോളേജിൽ പഠനം കഴിഞ്ഞ ബോംബെയിൽ എൻ്റെ കൂടെ ശുശ്രൂഷയിലായിരിക്കുന്നു. ഓക്കെ, 3 കുഞ്ഞുങ്ങൾ കർത്താവിന്റെ വേലയിലാണല്ലോ. അതെ. ഓക്കെ, ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണല്ലോ കർത്താവിന്റെ വേല. ലോകത്തില് മാനുഷികമാകുന്ന രീതിയിൽ നമുക്ക് നോക്കുമ്പോഴൊന്നും പ്രത്യേകമായി കാണാൻ കഴിയത്തില്ലെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് വലിയ ശ്രേഷ്ഠവും മാന്യവുമാണ്. ഓക്കെ, കർത്താവിന്റെ ദാസനെ ദൈവം നടത്തിയ വിധങ്ങളും വഴികളൊക്കെ ഇനി ദൈവദാസന് സംസാരിക്കാം. താങ്ക് യു പാസ്റ്ററെ. ഓക്കെ, ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ലോക ശ്രദ്ധയെ ആകർഷിച്ച ജോസ് ടി വി ചാനലിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ധാരാളം ജനങ്ങൾക്ക് ഫലപ്രദമായ നിലവാരങ്ങളിൽ ആശ്വാസ സന്തോഷവും വിശ്വാസ ശക്തിയും വർദ്ധിക്കത്തക്ക നിലവാരങ്ങളിൽ ഇന്നും പരിശുദ്ധാത്മാവിന്റെ വലിയ നിയോഗത്തോടു കൂടി നടത്തപ്പെടുന്ന സ്തോത്രം ജോയ്സ് ടി വി ചാനലിനെ ഓർത്ത് ഒരിക്കൽ കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും അതിൻ്റെ ചെയർമാനായിരിക്കുന്ന സിസ്റ്റർ റേച്ചൽ മാത്യു അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചാനലിലേക്ക് എന്നെ ക്ഷണിച്ചതിനെ ഓർത്ത് ഒരിക്കൽ കൂടി പൂർണ്ണ ഹൃദയത്തോടുകൂടെ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ ചാനലുമായിട്ട് എന്നെ പരിചയപ്പെടുത്തി എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ രാജോൻ ഫാമിലി ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വത്തിലുള്ള പ്രിയപ്പെട്ടവർക്കുള്ള നന്ദിയും വന്ദനവും അറിയിക്കുകയാണ്. തുടർന്നുള്ള സമയങ്ങൾ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രാരംഭമായി വാക്യം വായിച്ചിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് നീങ്ങാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. 1 കൊരിന്ത്യ ലേഖനം തീമോഥെയോസ് 1-ാം ലേഖനം 1-ാം അധ്യായം ഇതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 12-13 വാക്യങ്ങൾ. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ ാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരമായിരുന്നു, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിക്കും.
ലഭിച്ചു. ദൈവത്തിന് വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. സ്തോത്രം. എൻ്റെ കുടുംബം ഒരു സാധാരണ നിലവാരമുള്ള ഒരു കുടുംബമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവ് സ്മരിക്കുന്നു. ഞങ്ങൾ 9 മക്കളാണ് ഉണ്ടായിരുന്നത്. 4 സഹോദരന്മാരും 4 സഹോദരിമാരും ഞാൻ ഉൾപ്പെടെ 9 പേരിൽ 8ാമനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ അനുജൻ, ഞങ്ങൾ ട്വിൻസാണ്, അരമണിക്കൂർ വ്യത്യാസത്തിൽ ഞാനാണ് മൂത്തത്. ആമേൻ. സ്തോത്രം. അങ്ങനെ 9 മക്കളാണ് ഞങ്ങൾ ഉള്ളത്. സ്തോത്രം. ഒത്തിരി ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജനിക്കുവാൻ ഇടയാക്കുന്നത്. ആമേൻ. എൻ്റെ മാതാപിതാക്കളൊക്കെ അവർ കൂലിപ്പണി ചെയ്താണ് ഞങ്ങളെ 9 പേരെയും വളർത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എല്ലാവരും ഭാഗ്യവരും, പ്രൈസ് ദി ലോർഡ്, മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും ഒക്കെയായി വിവിധ സ്ഥലങ്ങളിൽ, കേരളത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ അവർ പാർക്കുന്നു. ആമേൻ. വിശ്വാസത്തിലും ദൈവകൃപയിലും ഒക്കെ ആമേൻ ചിലരും കൂടി വരുവാനുണ്ടെന്നുള്ളതാണ് ഒരു വാസ്തവമായ കാര്യം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ആമേൻ. തുടർന്ന് പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പഠിക്കുന്ന കാലഘട്ടങ്ങളിലും പ്രൈസ് ദി ലോർഡ് പല ജോലികളൊക്കെ ചെയ്ത് ആണ് ഞങ്ങൾ ആമേൻ സ്തോത്രം പഠനം അത്രത്തോളം കൊണ്ടുവരുവാനിടയാത്തത്. ഇത് പറയുമ്പോൾ അത്രത്തോളം ആമേൻ ഞെരുക്കങ്ങളിലൂടെയൊക്കെയാണ് ഞങ്ങൾ കടന്നു പോയത്. 9 മക്കളെ ആ കാലഘട്ടങ്ങളിൽ വളർത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ ആമേൻ ഒരുപാട് കഠിന പ്രയത്നങ്ങളാണ് എൻ്റെ മാതാവും പിതാവും സഹിച്ചെന്നുള്ളത് മറന്നു പോകാൻ കഴിയത്തില്ല. സ്തോത്രം. അങ്ങനെ സ്തോത്രം 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി. ആമേൻ. സ്തോത്രം. അത് 1ാം ക്ലാസ് എഴുതി. അത് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി. അത് ഫെയിലായിപ്പോയി, തോറ്റുപോയി. പ്രൈസ് ദി ലോർഡ്. 2ാമത് വീണ്ടും എഴുതി, അതും തോറ്റുപോയി. 3ാമത് എഴുതി, അതും തോറ്റുപോയി. പ്രൈസ് ദി ലോർഡ്. 3ാമത് പരീക്ഷ തോറ്റു കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് എന്നെ ഒരുപാട് ശകാരിക്കുവാനിടയായി. സ്തോത്രം. ഇനി നിന്നെ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ആ ശകാരത്തിൻ്റെ മുമ്പിൽ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം. സ്തോത്രം. ഞാൻ വീട് വിട്ടങ്ങ് പോയി. 2 വർഷം വീടുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ സ്തോത്രം പല സ്ഥലങ്ങളിലൂടെ കറങ്ങി തമിഴ്നാട് ഭാഗങ്ങള് ഹൈറേഞ്ചേരികളൊക്കെ ഇങ്ങനെ നടന്നു. ആമേൻ. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ജോലി അന്വേഷിക്കും. ആമേൻ. പണികൾ കിട്ടും. കൂട്ടുകാരായി അങ്ങനെ സ്തോത്രം 2 വർഷം ആ നിലയിൽ അങ്ങനെ മുൻപോട്ട് പോയി. സ്തോത്രം. പിന്നെ റാന്നിയിൽ തോമ്പിക്കണം സ്ഥലത്തിൻ്റെ അമ്മയുടെ സഹോദര മകളും കുടുംബം താമസമുണ്ട്. അവരെ പെന്തക്കോസ്തിലെ പാസ്റ്റർ കുടുംബമാണ്. അവർ വീട്ടിൽ ഒരു വലിയ എല്ലാ ഞായറാഴ്ച സഭായോഗമുണ്ട്. ആ സമയത്ത് അവിടെ കുറച്ചേറെ ജോലികൾ ഉള്ളതുകൊണ്ട് ഞാൻ അവിടേക്ക് കടന്നിരുന്നു. സ്തോത്രം. അപ്പോൾ ഒരു വീടിൻ്റെ മുറിക്കകത്താണ് ആരാധന നടക്കുന്നത്. ഇപ്പുറത്ത് സ്തോത്രം. അന്നത്തെ ആ ഒരു മനോഭാവത്തിൽ ഒരു 21 ദിവസം ഫാസ്റ്റിംഗ് നടക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥന കലക്കണമെങ്കിലും ആമേൻ എന്നവരെ ബുദ്ധിമുട്ടിക്കണം വിചാരിച്ച് ഞങ്ങൾ 2-3 പേര് ചേർന്ന് ആമേൻ സിഗരറ്റ് വലിച്ചിട്ട് ആ ജനലൂടെ ഇങ്ങനെ പുക അകത്തോടെ കൂതി വിട്ടുകൊണ്ടിരുന്നു. സ്തോത്രം. എൻ്റെ അളിയനും പെങ്ങളും ഒന്നും പറഞ്ഞില്ല. സ്തോത്രം. അവരെല്ലാം സഹിച്ചു. സ്തോത്രം. എന്നാൽ ഞങ്ങൾ 9 ദിവസമായിട്ടും പ്രാർത്ഥനയ്ക്ക് യാതൊരു മുടക്കം വരുന്നില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, നമുക്ക് ഇനി അകത്ത് കയറിയിരിക്കാം. ആമേൻ. അതേ പറ്റുള്ളൂ. അവിടെ കയറി എന്തെങ്കിലും ബഹളം വെക്കാൻ. അങ്ങനെ ഞങ്ങൾ 3 പേര് കയറി അകത്തിരുന്നു. അങ്ങനെ പ്രാർത്ഥന അടക്കം പാസ്റ്റർ നല്ല പ്രസംഗം പ്രസംഗിക്കുന്നു. ഒരു ആരാധന പാട്ടുപാടി ആരാധന സമയത്ത് എനിക്കറിയത്തില്ല. സ്തോത്രം. ഞാൻ എന്തോ ഭാഷ പറയുന്നു, കൈയടിക്കുന്നു. സ്തോത്രം. ആ ആരാധന കഴിഞ്ഞിട്ടും എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. എന്നെ ഏതോ പ്രേരിപ്പിക്കുന്നത് പോലെ. ഇതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പറയുന്നുണ്ട്, ആൾക്കാരെ പിടിച്ചു നിർത്തുമ്പോൾ പാസ്റ്റർ പറയുന്നുണ്ട്, വേണ്ട ദൈവാത്മാവ് ഇടപെടുക, പരിശുദ്ധാത്മാവാണ് ആ മകനെ വിട്ടേര് എന്ന് പറയാനിടയായി. അങ്ങനെ
ഒരു 3-4 മണിക്കൂർ ഇങ്ങനെ തന്നെ മുൻപോട്ട് പോയി. അതൊരു ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. ആമേ ശുശ്രൂഷ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. ആ ഉപവാസ പ്രാർത്ഥന 20 ദിവസം പൂർത്തീകരിക്കുമ്പോൾ ഞാൻ സമർപ്പിക്കപ്പെടുവാനും അവിടെ ഒരു വലിയ തോടുണ്ട്. ആ തോട്ടിൽ ചിറകെട്ടി പ്രൈസലോ അവിടെ സ്തോത്രം അതിൽ 10-30 പേര് സ്നാനപ്പെടുമ്പോൾ അത് ഒന്നാമത് എനിക്ക് സ്നാനപ്പെടുവാൻ ഇടയായി തന്നു. 1977 ഒക്ടോബർ മാസം 10-ാം തീയതി അങ്ങനെ ഞാൻ സ്നാനമേറ്റു. പ്രൈസലോ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്തോത്രം ദൈവാത്മാവോട് പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ പോകണം, നീ ഇവിടെ നിൽക്കരുത്. പ്രൈസലോ അതിനുശേഷം ആമേൻ മുണ്ടയ്ക്കത്തുള്ള ഒരു പാസ്റ്റർ കൂടെ ഇദ്ദേഹമാണ് സ്നാനപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. മുണ്ടയ്ക്കത്തോട് വലിയ എസ്റ്റേറ്റ് ഉണ്ട്, അവിടെ കുറേ തോട്ടപ്പണികളുണ്ട്. അത് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവാത്മാവനോട് ഇടപെട്ട് ഇവിടെ നിൽക്കേണ്ട, നിന്റെ വീട്ടിൽ പോയി നിന്നെ തന്നെ കാണിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ 2 വർഷം കഴിഞ്ഞ് ഞാൻ സ്തോത്രം എൻ്റെ വീട്ടിൽ വന്നു. പ്രൈസലോ അവിടെ മുതൽ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലേക്ക് നീങ്ങുവാനിടയായി. ഞാൻ ആ സ്തോത്രം അങ്ങനെ താമസിച്ചു. ആരും വിശ്വാസത്തിലല്ല, ആരും സ്തോത്രം എല്ലാവരും വിശ്വാസത്തിൽ ഈ കാലത്ത് വന്നിട്ടുള്ളവരായിരുന്നു, പിന്മാറിപ്പോയി. അങ്ങനെ അവിടുന്ന് എന്തെങ്കിലും തൊഴിൽ പഠിക്കണം വിചാരിച്ചു. എനിക്ക് വലിയ ആഗ്രഹമാണ് തയ്യൽ പഠിക്കുക എന്നുള്ളത്. സ്കൂളിൽ പഠിക്കുമ്പോൾ അടുത്തൊരു തയ്യൽക്കടയുണ്ട്. ഞാൻ ഇന്റർവ്യൂ സമയമാകുമ്പോൾ അവിടെ പോയി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് അദ്ദേഹം തുണി വെട്ടുന്നൊക്കെ നോക്കി നിന്നിട്ട് വീട്ടിൽ വന്നിട്ട് പേപ്പർ വിരിച്ചിട്ട് കത്രി കൊണ്ട് അതെല്ലാം കട്ട് ചെയ്ത് പഠിക്കുമായിരുന്നു. പുസ്തകം എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ് തയ്യൽ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കോഴഞ്ചേരിയുള്ള ഒരു തയ്യൽക്കടയിൽ പോയി സ്തോത്രം 2 വർഷം അവിടെ ആശാന്റെ കൂടെ നിന്ന് തയ്യൽ പഠിച്ചു. അദ്ദേഹം എന്നെ വിശ്വസ്തം എണ്ണി. പ്രൈസലോ എനിക്കൊരു എൻ്റെ പഠനം പൂർത്തീകരിച്ചപ്പോൾ ഒരു മെഷീൻ വാങ്ങിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ പറഞ്ഞയക്കുവാനിടയായി. അങ്ങനെ 1980 പ്രൈസലോ എൻ്റെ പഠനം പൂർത്തീകരിച്ച സ്തോത്രം വീട്ടിൽ വന്നു. പല കടകളിലായിട്ട് ഇങ്ങനെ ജോലി ചെയ്യണം സ്തോത്രം. ആ സമയത്ത് ഒരു റിലേഷൻഷിൽപ്പെട്ട ഒരു സഹോദരൻ അരുണാചൽ പ്രദേശിലാണ് ജോലി. അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, എക്സ്പോർട്ടിംഗ് കമ്പനി ഉണ്ട്, അവിടെ നല്ല സാലറി കിട്ടും, അതുകൊണ്ട് എൻ്റെ കൂടെ പോരാൻ തയ്യാറായിക്കൊണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ വേറെ തയ്യക്കാരനുണ്ട് 2 പേര് ചേർന്ന് ആമേ സ്തോത്രം അരുണാചൽ പ്രദേശിലേക്ക് പോവുകയാണ്. സ്തോത്രം ആസാമിൽ ചെന്നപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിക്ക് സമയമാണ്. ആസാം ബന്ദ് എന്ന് പറയുന്ന ബന്ധുണ്ടായി. പ്രൈസലോ അവിടെ വലിയ സ്ഫോടനം ഉണ്ടായി. സ്തോത്രം ഒരു വലിയ പാലം കയറി വേണം പോകാൻ. പക്ഷേ ആ പാലമെല്ലാം പോയിട്ട് തകർത്തു. ഞങ്ങൾ സ്റ്റേഷനിൽ കുരുങ്ങി. യാതൊരു മെസ്സേജും ഇല്ല, അന്ന് ഫോൺ സംവിധാനം ഒന്നുമില്ലെന്നോ. സ്തോത്രം അങ്ങനെ 20 ദിവസം ഞങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ കിടന്നു. സ്തോത്രം അതിനുശേഷം ഞങ്ങൾ അരുണാചൽ പ്രദേശ് റോഡൊക്കെ ശരിയായി ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു ചതിവിൽപ്പെട്ടു പോയെന്ന് മനസ്സിലായത്. സ്തോത്രം ഒരു ഹോട്ടൽ ജോലിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഞങ്ങൾ കൊണ്ടുപോയത്. പ്രൈസലോ അത് ഒരു ചതിവായിപ്പോയി. എങ്കിലും ജോലിക്കാനും പറഞ്ഞ് വന്നതല്ല, നാട്ടിൽ ചെന്ന് നാണക്കേടാകുമല്ലോ എന്ന് വിചാരിച്ച് ഒരു 6-7 മാസം അവിടെ നിന്ന് ജോലി ചെയ്തു, ആ ഹോട്ടൽ പണി ചെയ്തു. തിരിച്ച് ഞാൻ നാട്ടിൽ വന്നു. സ്തോത്രം വന്ന് സ്വന്തമായിട്ട് ഒരു ടൈലർ ഷോപ്പ് ആരംഭിക്കുവാനിടയായി. ആ ഒരു മിഷൻ ആരംഭിച്ച 5-8 മിഷന് പിന്നീട് ദൈവം തന്നു. 5-6 പണികാരെ ദൈവം തന്നു. അങ്ങനെ സ്തോത്രം 80 മുതൽ പ്രൈസലോ ആ സ്ഥാപനമായിട്ട് മുൻപോട്ട് പോവുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു ഭൗതികമായിട്ട്. അപ്പൊ തന്നെ സുവിശേഷകരുടെ ഭാഗമായിട്ട് എല്ലാ ഞായറാഴ്ചയും ആരാധന കഴിഞ്ഞിട്ട് 2-3 പൊതി കെട്ടും. പ്രൈസലോ എൻ്റെ ദേശാംശ ഒരു ഭാഗം വേർതിരിക്കും. അതുകൊണ്ട് കോഴഞ്ചേരി ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഞങ്ങൾ ഈ ഭക്ഷണപ്പൊതി വിതരണം ചെയ്ത് അത്യാവശ്യം രോഗികൾക്ക് വെച്ചിട്ട് പൈസ കൊടുത്ത് അങ്ങനെ പ്രാർത്ഥിച്ച് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പോയി 7 മണിയാകുമ്പോൾ മടങ്ങി വരും. എനിക്ക് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ട് ദിവസമെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ സ്തോത്രം രാവിലെ വന്ന ജോലിക്കാർക്കൊക്കെ ഡ്രസ്സ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് സ്തോത്രം ഞാൻ അവരെ പറഞ്ഞേൽപ്പിച്ചിട്ട് അത്യാവശ്യം പ്രാർത്ഥനകൾക്കൊക്കെ പോവുകയും വരികയൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. സ്തോത്രം എല്ലാ വർഷവും
എൻ്റെ നാട്ടിൽ ഒരു കൺവെൻഷൻ നടത്തുമായിരുന്നു. എൻ്റെ നാടിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിൽ പുറമറ്റം പഞ്ചായത്തിലെ 6-ാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങളുടെ പ്രദേശത്ത് ഒരു ക്രിസ്ത്യൻ മേഖലയാണ്. മർത്തോമക്കാർ ധാരാളം ഉള്ളറിയ എല്ലാ സമൂഹക്കാരും ഉണ്ട്. അവിടെ എല്ലാ വർഷവും 6-7 വർഷമായിട്ട് തുടർമാനം സ്തോത്രം കൺവെൻഷൻ നടത്തുമായിരുന്നു. 3-4 ദിവസം. അന്നത്തെ കൺവെൻഷന് മ്യൂസിക് ഒന്നുമില്ല. കൈയടിച്ച് പാട്ടുപാടി സ്തോത്രം ഉള്ള ഒരു കൺവെൻഷനായിട്ട് ഓല കൊണ്ട് പന്തല് കെട്ടി താഴെ ഓല വിരിച്ച് ഇടഞ്ഞോല വിരിച്ച് അങ്ങനെയുള്ള കൺവെൻഷനായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെ ഒരു നിയോഗം വെച്ച് അങ്ങനെ 6-7 കൺവെൻഷൻ എൻ്റെ ദേശത്ത് നടത്തുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ആത്മീയ വിഷയത്തിൽ മുൻപോട്ട് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ കാലഘട്ടങ്ങൾ നിൽക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യവും അവസരങ്ങളും നൽകി. സ്തോത്രം. ദൈവദാസന്മാരെ സ്നേഹിപ്പാനും കരുതുവാനും ഒക്കെയുള്ള അവസരങ്ങൾ കർത്താവ് തന്നു. ഞങ്ങൾക്ക് തരുന്ന നന്മയുടെ ഓഹരിയെല്ലാം അപ്പുറമായിട്ട് കർത്താവിൻ്റെ വേലയ്ക്കൊണ്ട് അന്നും ഇന്നും ചിലവഴിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അങ്ങനെ ഈ സ്ഥാപനവുമായി മുൻപോട്ട് പോകുന്നു. സ്തോത്രം. സുവിശേഷപരമായിട്ട് മുൻപോട്ട് പോകുന്നു. ആ സമയങ്ങളൊക്കെ അനേക ദൈവദാസന്മാരും ദൈവദാസിമാരൊക്കെ എൻ്റെ വീട്ടിൽ കടന്നവരെല്ലാ ബുധനാഴ്ചയും ഒരു ഉപവാസ പ്രാർത്ഥന വീട്ടിൽ ക്രമീകരിക്കുമായിരുന്നു. സ്തോത്രം. അത് ഇന്ന് 30 വർഷത്തോളമായി പ്രാർത്ഥന ഇന്നും മുടക്കം കൂടാതെ ഈ മുംബൈയിലെ ബുധൻ നടത്തുകയാണ്. അങ്ങനെ ആ പ്രാർത്ഥന വരുന്ന യുവദാസന്മാർക്ക് പ്രവചിക്കും. ഫുൾ ടൈം മിനിസ്ട്രിയാണ്, ജോലി ഉപേക്ഷിക്കണം എന്ന് പറയുമായിരുന്നു. ഭാര്യച്ചൊരു വിവാഹം കഴിച്ചില്ലെങ്കിലും ഭാര്യച്ചൊരു ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. ഞാൻ കുടുംബത്തിലാണ് താമസിക്കുന്നത്. അപ്പനും അമ്മയും കൂടെയുണ്ട്. ജ്യേഷ്ഠൻ TV രോഗത്താല് മാസങ്ങളായി ഭവനത്തിലുണ്ട്. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്. ജോലിയൊന്നുമില്ല. മൂത്ത പെങ്ങളുടെ മകൻ B.Ed എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ചെലവിൽ നിന്ന് പഠിക്കുന്നു. അങ്ങനെ ഒരു ഭാരിച്ച ബാധ്യതകൾ എനിക്കുള്ളത് കൊണ്ട് ഈ ജോലി വിടുക എന്ന് പറയുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ദേഷ്യമാണ് എനിക്ക് ആ ദൈവദാസന്മാർ ഉണ്ടാകുന്നത്. ഒരിക്കലും ഒരു അമ്മച്ചി വന്ന് ഒത്തിരി ദൂരം നിന്ന് വന്നതാണ്. അമ്മച്ചി ദൈവാത്മ സംസാരിച്ചു, മകനെ ഇതല്ല നിന്റെ ജോലി ഫുൾ ടൈം മിനിസ്ട്രിയാണ്, ഇങ്ങനെ വേലയ്ക്ക് ഇറങ്ങുമെന്ന് പറയുമ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് നല്ല ഭക്ഷണം കൊടുത്ത് നല്ലൊരു വണ്ടിക്കൂലി കൊടുത്ത് അമ്മച്ചി പറഞ്ഞ് ഇനി മേലിൻ്റെ വീട്ടിൽ വന്നേക്കുന്നത്. പ്രൈസ്. ഞാൻ പറഞ്ഞ ഒരു കാരണം ഇങ്ങനെയാണ്. പൗലോസ് കൂടാരപ്പണി ചെയ്താണ് കർത്താവിൻ്റെ വേല ചെയ്തത്. ഞാൻ കർത്താവിന് വേല ചെയ്യുന്നുണ്ട്. പ്രൈസ്. ഈ ജോലി വിട്ടിട്ട് ഒരിക്കലും ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യത്തില്ല എന്ന് പറയുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അനുജനും വിവാഹം കഴിച്ചു. അവനൊരു കുട്ടിയായി. എല്ലാവരും വിവാഹം കഴിച്ചു. എനിക്ക് വിവാഹകാലം എന്നെ കടന്നു വന്നു. പക്ഷേ ഇത് വിവാഹകാലം ഒന്നും നടക്കുന്നില്ല. ഒരുപാട് ആലോചന വരും, പക്ഷെ ഒന്നും നടക്കുന്നില്ല. നാറാമൂഴി സ്ഥലത്തൊരു വിവാഹം വന്നു. ഞാൻ എൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ പോയി കാണത്തില്ല, നിങ്ങൾ പോയി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ തയ്യാറാണ്. അവിടെ ചെന്നപ്പോൾ സ്തോത്രം അവർക്ക് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു. ആ ഡേറ്റൊക്കെ തീരുമാനിച്ചു. സ്തോത്രം. പിന്നീടാണ് ഞാൻ പോയി കാണുന്നത്. സ്തോത്രം. എൻ്റെ ഹൃദയത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ദൈവവും ഞാനുമായിട്ടുള്ള ഒരു രഹസ്യ പ്രാർത്ഥന വിഷയമാണ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കത്താതെ ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുടെ കാത് കിഴിച്ചുള്ളതായിരിക്കരുത്. കാത് കിഴിക്കാത്ത ഒരു പെൺകുട്ടിയാണ് എനിക്ക് വേണ്ടത്. സൗന്ദര്യമോ ഒന്നുമല്ല ഞാൻ നോക്കുന്നത്. അപ്പം വിശ്വാസത്തിൽ അത്രത്തോളം തികഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ ഭാഗം ഉറപ്പിച്ചു വരുന്നത് ഏതാണ്ട് 5 പവന്റെ ആഭരണവും 10-25 രൂപ സ്ത്രീധനം പറഞ്ഞ് റബ്ബർ ബോർഡ് ജോലിയുള്ള പെൺകുട്ടിയാണ്. ഇത് പറഞ്ഞു ഒരു വരികയാണ്. സ്തോത്രം. അപ്പൊ എന്റെ തീരുമാനം കാത് കിഴിക്കാത്തൊരു കുട്ടി, അവരുടെ തീരുമാനത്തിൽ ആഭരണമുള്ളൊരു ഭാഗം പെന്തക്കോസ്തിൽ ഞാൻ നിൽക്കുകയാണ്. സ്തോത്രം. ഒരു വലിയ ആന്തരിക മത്സരം ഇവിടെ നടന്നു. സ്തോത്രം. എന്നാൽ വിവാഹം എൻഗേജ്മെന്റ് കഴിഞ്ഞ് 5-ാം ദിവസം കല്യാണമാണ്. ഒരു 30-ാം തീയതി എൻഗേജ്മെന്റ്, 5-ാം തീയതി കല്യാണം, അടുത്ത മാസം 5-ാം തീയതി കല്യാണം. 29-ാം തീയതി പോസ്റ്റുമാർ കത്തുകൊണ്ട് എൻ്റെ കടയിൽ തരുന്നു. ആ കത്ത് പൊട്ടി വായിക്കുമ്പോൾ ഈ പെൺകുട്ടി ആങ്ങളെ എഴുതിയിരിക്കുകയാണ്,
ഞങ്ങൾക്ക് പറഞ്ഞ തുകയോ സാമ്പത്തിക ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് 30 ദിവസത്തേക്ക് നീട്ടിത്തരണം എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ് സ്തോത്രം. ഈ കത്ത് എൻ്റെ സഹോദരന്മാരെ കൊടുത്തു. എൻ്റെ അപ്പനും അമ്മയൊക്കെ കത്ത് വായിച്ചു. അവര് ഒരു വണ്ടി എടുത്ത് ആ പെൺകുട്ടി വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല. അവർ പൂട്ടി കെട്ടിയിട്ടിരിക്കുന്ന അയലോകത്തോട് അനിഷ്ടം പറഞ്ഞ അവർ ഒരാഴ്ചയായിട്ട് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ആ വിവാഹം മാറിപ്പോയി. നോക്കണം, കല്യാണം എൻഗേജ്മെന്റിന് എല്ലാ ക്രമീകരണം ചെയ്തു. കല്യാണത്തിന് എല്ലാ വിറകൊക്കെ വെട്ടിക്കീറി. അന്നൊക്കെ വീട്ടിൽ തന്നെയാണല്ലോ സദ്യ ഒരുക്കുന്നത്. വിറകെല്ലാം വെട്ടിക്കീറി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച ദൈവമക്കളെ വിവാഹം മാറിപ്പോയി. എൻ്റെ ഒരു ജ്യേഷ്ഠൻ പറഞ്ഞടാ, നിനക്ക് സൗന്ദര്യമില്ലാത്തത് കൊണ്ടാണ് നിന്റെ കല്യാണമൊക്കെ മാറിപ്പോകുന്നത്. കാരണം ഞങ്ങളത് ഉത്തരവാദിയല്ല, നീ തന്നെ പോയി കണ്ടു എന്ന് പറഞ്ഞു. എല്ലാവരും കൈ ഒടിഞ്ഞു. പ്രൈസലോ. വലിയൊരു നാണക്കേടായി പോയി, കല്യാണം മാറിപ്പോയല്ലോ എന്നുള്ളൊരു ആരും മുഖത്ത് നോക്കാൻ പറ്റാത്ത സ്ഥിതി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ റാണി തന്നെ കണ്ടപ്പോരുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ കുറിച്ച് എൻ്റെ ഒരു സ്നേഹിതൻ ഉള്ളതെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അവിടെ ചെന്ന പെൺകുട്ടിയെ കാണുമ്പോൾ സ്തോത്രം 3 ആലോചനയാണെന്ന് വന്നത്. ഞാൻ ഇരിക്കുമ്പോൾ തന്നെ അവർക്കൊരു ഫോൺ കോൾ വരുന്നു. പ്രീസലോ, ഞങ്ങളങ്ങോട്ട് വരട്ടെ. ഇപ്പോൾ ആ അച്ചായി പറഞ്ഞുണ്ട്, ഇപ്പം വരണ്ടേ, ഇപ്പം ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. പ്രീസലോ. ഇച്ചിരി കഴിയുമ്പോൾ വീണ്ടും ഒരാൾ കയറി വന്ന് പറഞ്ഞ് താഴെ ഒരു ചെറുക്കൻ വന്നിട്ടുണ്ട്, ആൾ കൂടി നിർത്തിയിരിക്കുക, കൊണ്ടുവരട്ടെ ചോദിക്കുമ്പോൾ പറഞ്ഞു വേണ്ട, ഇവർ പോട്ടെ എന്ന് പറഞ്ഞേക്കോ. 3 ചെറുക്കൻ്റെ കൂട്ടരാണ് വന്നത്. പ്രീസലോ. ഞാൻ പറഞ്ഞത് സ്തോത്രം, ആ ചർച്ചക്കോട് സഭയിൽ കൂടി വരുന്ന അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ചർച്ചക്കോടൊരു ഹോളുണ്ട്. സ്തോത്രം. അവർ തന്നെ സ്ഥലം വിട്ടുകൊടുത്തതാണ്. അങ്ങനെ നല്ലൊരു ആത്മീയ കൂട്ടായ്മയിൽ ബന്ധപ്പെട്ട കുടുംബമായിരുന്നു. അങ്ങനെയാണ് 1986 ജൂൺ മാസം 16-ാം തീയതി എൻ്റെ വിവാഹം നടക്കുകയാണ്. പ്രൈസലോ. ഒരു ഉത്തമമായ ഒരു സഹോദരിയെ ദൈവം എനിക്ക് കൂട്ടായി തന്നു. സ്തോത്രം. അങ്ങനെ വിവാഹം കഴിഞ്ഞു. ഞങ്ങള് ഭാര്യയുടെ വീട്ടില് ആദ്യം കഴിഞ്ഞ 4 ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ സ്തോത്രം, എൻ്റെ അമ്മച്ചി സ്തോത്രം, ഞങ്ങൾ വന്നപ്പോൾ എന്നോട് പറയണം, മോനെ ഒരു കാര്യം എന്നോട് പറയാനുണ്ട്, ഇന്നു മുതൽ നിങ്ങൾ വേറെ താമസിച്ചോണം. പ്രൈസലോ എന്ന് പറഞ്ഞ് അനുജന്റെ കൂടെ അമ്മയാണ് മാറി. സ്തോത്രം. 2ാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കടം ഭാഗത്തിൽ വന്നു. സ്തോത്രം. ഒരു വലിയ കടം വന്നിട്ട് ഒരു വലിയ ലിസ്റ്റിലെ തന്നു. പാരിച്ചൊരു തുക, ഇതും നീ എങ്ങനെ തീർത്തോണം എന്ന് പറഞ്ഞ് മാറി. അമ്മച്ചി അങ്ങോട്ട് മാറിയപ്പോൾ കുടുംബത്തിലുള്ള മുഴുവൻ സാധനവും അമ്മച്ചിയുടെ കൂടെ അങ്ങ് മാറിപ്പോയി. സ്തോത്രം. ഞങ്ങൾക്കൊന്നുമില്ല, ഒരു കിടക്കമുറി മാത്രമേ ഉള്ളൂ. പ്രൈസലോ. അന്ന് ഞങ്ങള് അങ്ങനെ കിടന്നു. പ്രൈസലോ. പിറ്റേ ദിവസം രാവിലെ പോയി അന്ന് ഞങ്ങള് ഒരു സമ്മാനം കിട്ടിയ ഒരു സ്റ്റീൽ ചെറു 3 ഇഷ്ടി എടുത്ത് വെച്ചൊരടുപ്പ് കൂട്ടി. അതിനകത്ത് ഞങ്ങൾ അന്ന് ഒരു അരി വാങ്ങിച്ച് അതിനകത്ത് നാഴിയരിയിട്ട് കഞ്ഞി വെച്ച് മുളക് ഞങ്ങൾ അരച്ച് ഒരു ചമ്മന്തി ഉണ്ടാക്കി ഞങ്ങൾ കുടിച്ചു. പ്രൈസലോ. വേറെ ഒന്നും ഞങ്ങൾക്കില്ല. പ്രൈസലോ. അടുത്ത ദിവസം ഒരു കടയിൽ പോയി ഒരു അലൂമിനിയം കലവും അടപ്പും കടം വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഒന്നെന്ന് ആരംഭിക്കുവാനിടയായിത്തീർന്നു. വളരെ വളരെ പ്രതിസന്ധി നിറഞ്ഞ് ആരും ഹെൽപ്പില്ല. സഹോദരന്മാരൊക്കെ മാറി നിൽക്കുന്നു. അപ്പൻ കൂടെയുണ്ട്, അമ്മ മാറി നിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ ആണ് കടന്നപ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തെ ശോധന കഴിക്കുന്ന അനേക സന്ദർഭങ്ങളായിരുന്നു. അതെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അവിടെ ഞങ്ങളുടെ വിശ്വാസം പതറിപ്പോയില്ല. പ്രാർത്ഥനയിൽ ഞങ്ങൾ വളരെയധികമായി മുന്നേറുവാനായി ഇടയായിത്തീർന്നു. അങ്ങനെ മുൻപോട്ട് വരുമ്പോൾ അനവധി പരിശോധനകൾ ഞങ്ങൾക്ക് നേരെ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ഞങ്ങൾക്കൊരു കുട്ടി ജനിക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ആ കുഞ്ഞ് ജനിച്ചു. സ്തോത്രം. ആമേൻ. അവൾക്ക് ഒരു രോഗം പിടിപ്പെട്ടു. സ്തോത്രം. ആസ്മയുടെ രോഗം. എല്ലാ മാസവും 2 പ്രാവശ്യവും ആസ്മയുടെ രോഗം വരും. സ്തോത്രം. ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും. സ്തോത്രം. അങ്ങനെ സാമ്പത്തികമായുള്ള തകർച്ചകള് പരിശോധനയിൽ കടന്നു വന്നു. ഏതാണ്ട് 1-2 വർഷങ്ങൾ
ഇങ്ങനെ മുൻപോട്ട് പോയി. മോക്ക് ഒരു 5 വയസ്സായി. ഇപ്പോഴും ഈ രോഗം വിട്ടുമാറുന്നില്ല. അപ്പോൾ ആൾക്കാർ പറഞ്ഞു 5 വയസ്സ് കഴിഞ്ഞ് മാറിയില്ലെങ്കിൽ ജീവിതകാലം ഒരിക്കലും മാറത്തില്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം വളരെ രാത്രിയായി, ഭയങ്കര മഴയും ഇരുട്ടുമൊക്കെയായി. ഞങ്ങളുടെ മലയുടെ മുകളിലാണ് താമസിക്കുന്നത്. മലയോര പ്രദേശമാണ് ഞങ്ങളുടെ പ്രദേശം. അന്ന് വലിയ റോഡ് സൗകര്യങ്ങളൊന്നുമില്ല, വഴി സൗകര്യങ്ങളൊന്നുമില്ല, കറണ്ടൊന്നുമില്ല. മണ്ണെണ്ണ വിളക്കിലാണ് ഞങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. ഭയങ്കര മഴ. ഈ കുഞ്ഞ് രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു, സൗഖ്യമായി കൊണ്ടുവന്നു. രാത്രി ഒരു 10 മണി ആയപ്പോഴത്തേന് വീണ്ടും ഈ ശ്വാസം നിലച്ചു. ഒരു മരക്കൊള്ളി പോലെ എൻ്റെ കയ്യിലിരിക്കുകയാണ്. ഭാര്യയുടെ നിലവിളിയെല്ലാം കേട്ട എൻ്റെ സഹോദരങ്ങൾ ഓടി വന്നു. അവര് 2-3 തെറി വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചു മരിച്ചു കിടക്കുമ്പോഴും അവനൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞ് സ്തോത്രം ഒരു വണ്ടി വിളിച്ച് ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങള് പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ 17 കിലോമീറ്റർ ദൂരമുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ കുഞ്ഞ് കണ്ണു തുറക്കുന്നില്ല, ഒന്നുമില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ദൈവത്തിന്റെ കാര്യം പറഞ്ഞു, കർത്താവേ ഇപ്പോൾ മരിച്ചാലും ജീവിച്ചാലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളവളാണ് എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തു. അങ്ങനെ 8 കിലോമീറ്റർ ചെന്ന് വണ്ടിയിൽ പോകുമ്പോൾ ഈ കുഞ്ഞ് കണ്ണു തുറന്ന് ഞങ്ങൾ നോക്കി. ഒരാശ്വാസമായി. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, എമർജൻസി വാർഡിൽ കൊണ്ടുവന്നു. ഡോക്ടർമാർ പറഞ്ഞു, മോളെ മേശപ്പുറത്ത് കയറാൻ പറഞ്ഞു. മേശമേക്കെത്തിയിട്ട് ചാടാൻ പറഞ്ഞു. ചാടി. കസരയിൽ ഇരുത്തിയിട്ട് ചാടാൻ പറഞ്ഞു. കസരയ്ക്ക് ചുറ്റും ഓടിച്ചു. ഇങ്ങനെല്ലാം ചെയ്തിട്ട് ഡോക്ടർമാർ പരിശോധിച്ച് പറയുകയാണ്, നിങ്ങൾ പറഞ്ഞ രോഗം ഈ കുഞ്ഞിന് ഇന്നുവരെയും ഉണ്ടായിട്ടില്ല, നിങ്ങൾ കള്ളം പറയുകയാണെന്ന് പറഞ്ഞു. സ്തോത്രം. ഞങ്ങളെ അവിടുന്ന് ആ രാത്രി ഞങ്ങൾ പറഞ്ഞിട്ട് കൃപയാ ഇന്ന് അവൾക്ക് 38 വയസ്സുണ്ട്. അവൾ വിവാഹം കഴിഞ്ഞു, 2 മക്കളുണ്ട്. ഇതുവരെയും ആ രോഗം ആ മോളെ ബാധിച്ചില്ല. സ്തോത്രം. ഞങ്ങളുടെ 3 ദിവസം ഉപവാസം ഇരുന്നു. ആ ഉപവാസ പ്രാർത്ഥനയിൽ 15 ആസ്മാനുള്ള കുഞ്ഞുങ്ങൾക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു. പ്രൈസലോ. അങ്ങനെ ആ കുഞ്ഞിനെ സ്കൂളിൽ വിടുവാനും പഠിക്കുവാനും ഒക്കെ അവസരം ദൈവം ഒരുക്കി. 3-4 വർഷം അവളെ നേഴ്സിംഗ് പഠിപ്പിക്കുവാനുള്ള ഭാഗ്യം ദൈവം തന്നു. അതൊക്കെ ഒരു വലിയ അത്ഭുതമായ വിഷയം. അത് പറഞ്ഞു ഞാൻ വരാം. അങ്ങനെ സ്തോത്രം മുൻപോട്ട് കടന്നു വരുമ്പോൾ സ്തോത്രം 1997 സ്തോത്രം 98 എൻ്റെ പിതാവ് മരിക്കുകയാണ്. സ്തോത്രം. പൂർണ്ണ വാർദ്ധക്യത്തിലെത്തിയ പിതാവാണ്. എൻ്റെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ധാരാളം മീറ്റിങ്ങുകളുണ്ട്. സ്തോത്രം. അതിനു മുൻപായിട്ട് ഓർമ്മപ്പെടുത്തുമ്പോൾ 1993 സ്തോത്രം എൻ്റെ കൈയും കാലും എല്ലാം വളർന്നു പോയി. സ്തോത്രം. ഒരു 13 മാസം വരെ കിടന്നു. ആയുർവേദത്തിന്റെ ചികിത്സകളൊക്കെ ചെയ്തു, ഒരുപാട് മെഡിസിൻ ചെയ്തു. യാതൊരു വിധത്തിലും എനിക്ക് സൗഖ്യമുണ്ടായില്ല. ഡോക്ടർമാർ പറഞ്ഞ് എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് പറഞ്ഞ് വികലാംഗ പെൻഷന് വേണ്ടിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി ആയുർവേദ മെഡിക്കൽ കോളേജിൽ നിന്നും എന്നെ ഡിസ്ചാർജ് ചെയ്യുവാൻ തയ്യാറുന്നു. അങ്ങനെ വീട്ടിൽ എന്നെ കൊണ്ട് കിടത്തി. സ്തോത്രം. അങ്ങനെ യാതൊരു വിധമായ കടയെല്ലാം നിർത്തി, കടയെല്ലാം പൂട്ടി. പ്രൈസലോ. ജോലിക്കാരെല്ലാം പോയി. സ്തോത്രം. ഒരു വലിയ ചികിത്സയ്ക്ക് ഒരുപാട് കടം കയറി വന്നു. ആ സമയത്ത് ഒരു ദൈവദാസനെ എൻ്റെ വീട്ടിൽ വന്നിട്ട് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ദൈവം അയച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങളുടെ സൗഖ്യം കണ്ടേ ഞാൻ പോകത്തുള്ളൂ. എൻ്റെ മമ്മി പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളാകെ ഒന്നുമില്ലാത്തിരിക്കൊരു ഗ്ലാസ് കാപ്പി തരാൻ പോലും മാർഗമില്ല. പാസ്റ്റർ പറഞ്ഞു, ഇങ്ങനെയാണ്, കിണറ്റിൽ വെള്ളമുണ്ടോ? അമ്മച്ചി പറഞ്ഞു, ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സ്തോത്രം. ആ ദേവദാസൻ ഉപവാസം വരുന്നു. ഞങ്ങളുടെ ചുറ്റും മർത്തോമക്കാരാണ് പ്രേസറുള്ളത്. അവരൊക്കെ എൻ്റെ അവസ്ഥയിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നു. അങ്ങനെ ആ ഉപവാസ പ്രാർത്ഥനയുടെ ആ 2ാം ദിവസം ഈ ദൈവദാസൻ സ്തോത്രം ആത്മാവിൽ അന്യഭാഷയിൽ ആരാധിച്ച് ഞങ്ങളുടെ കിച്ചനകത്തേക്ക് ചെന്നു. അന്ന് വിറകടുപ്പാണ്. ആ അടുപ്പിനകത്തു നിന്ന് കൈയിട്ട് അയാള് നോക്കും 3 പിള്ളാറങ്കല്ല് കിടക്കുന്നു. സ്തോത്രം. ആ അടുപ്പിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, ശാസിച്ചു. ഓടി വന്ന എൻ്റെ തലയിൽ കൈവയ്ക്കുമ്പോൾ
ഒരു വലിയ വൈദ്യുതി എൻ്റെ തീ എൻ്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ എൻ്റെ കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഒരു വാക്കിങ്ങനെ പറഞ്ഞു, എലീശയെ പോലെ എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് പറഞ്ഞ് ഒരു പ്രവചന ദൂത് പറഞ്ഞ് എൻ്റെ തലയെ കൈവച്ചു പ്രാർത്ഥിച്ചു. ഞാൻ സമ്പൂർണമായ സൗഖ്യമുള്ളവനായി മാറി. ആമേ. അന്നു മുതൽ ഈ നിമിഷം വരെയും ആമേ കർത്താവിന്റെ ശുശ്രൂഷയിൽ ദൈവം എന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആമേ. സ്തോത്രം. അങ്ങനെ സൗഖ്യമായ എൻ്റെ ജീവിതത്തിൽ സ്തോത്രം. ആമേ. വളരെ വെത്തപ്പാടുണ്ടായിരുന്നു. അന്ന് രണ്ടാമത്തെ മകളും അതിന് മുമ്പ് ജനിച്ചു. എൻ്റെ ഇളയ മകളുടെ 3-ാമത്തെ മാസത്തിലാണ്, ജനിച്ച് 3-ാമത്തെ മാസമാണ് ഞാൻ തളർന്നു പോകുന്നത്. അത് മുമ്പ് തളർന്നു പോകുന്ന പെട്ടെന്ന് ഒരു ദിവസം തളർന്നു പോയതാണോ അതോ? അതെ, പെട്ടെന്ന് പറയുമ്പോൾ ഇടത് കാലിനും വലത് കൈക്കും നീര് വരും. നീര് വന്നിട്ട് വേദന കൊണ്ട് പൊളയാൻ പറ്റത്തില്ല. ഒരു കൈക്കും ഒരു കാലിനും നീരും വേദനയാകുമ്പോൾ അടുത്ത കാലിന് കൈക്കും അങ്ങനെ ഒരു കാലിനും ഒരു കൈക്കും നീര്, ഒരു കാലിനും ഒരു കൈക്കും വേദന. അങ്ങനെ ക്രോസ് ആയിട്ടുള്ള വേദനയായിരുന്നു. വളരെ ശക്തമായ വേദനയായിരുന്നു. ഞാനൊരു അമ്മച്ചിയുടെ മരണം കഴിഞ്ഞ് അവിടെ പോയി ശുശ്രൂഷിച്ച് വരുന്ന വഴി റോഡിൽ വന്ന് എന്തോ കാലിൽ തച്ചെന്ന് പോലെ തോന്നി അവിടെ വീണു. സ്തോത്രം. അവിടെ നിന്ന് ഒരു 1.5-2 കിലോമീറ്റർ ഞാൻ വലിഞ്ഞാണ് വീട്ടിൽ വന്നത്. ഒരാഴ്ച അടുത്ത ദിവസങ്ങൾ ദേഹത്ത് തൊലിയെല്ലാം പൊളിഞ്ഞു പോയി. വിഷമാണെന്ന് വിചാരിച്ചു, എന്നാൽ വിഷമായിരുന്നില്ല. അങ്ങനെ ആ കിടപ്പ് പിന്നെ 13 മാസം കഴിഞ്ഞിട്ടാണ് ഇരുന്നിരിക്കുന്നത്. സ്തോത്രം. എങ്കിലും സ്തോത്രം, മുട്ടിൽ വലിഞ്ഞു പോകാവുന്ന സമയം ഉണ്ടായിരുന്നു. ആ സമയങ്ങളൊക്കെ ഞാൻ വലിഞ്ഞ് എഴഞ്ഞ് സഭയോത്തിൽ പോകും. 2.5 കിലോമീറ്റർ ദൂരമാണ് ചർച്ച്. വാഹനമില്ല, ഇടവഴി കയറി പോകണം, മല കയറി ഇറങ്ങണം. അങ്ങനെ ഒരു 2-3 മാസങ്ങൾ വലിഞ്ഞ് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് രോഗത്തിന് ശമനമില്ല. അങ്ങനെ പൂർണ്ണമായി കിടപ്പിലായി. അങ്ങനെ പല ട്രീറ്റ്മെന്റ് ചെയ്തു, ഒന്നും ഫലമായില്ല. അങ്ങനെയാണ് അവസാനം വീട്ടിൽ കൊണ്ടു നിൽക്കുമ്പോഴാണ് ഈ ദൈവദാസൻ വന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ രോഗം വരുന്ന മുമ്പ് തന്നെ മറ്റൊരു വിഷയമുണ്ടായി. എൻ്റെ വീട്ടിലാണ് ഒരു സഭയം നടക്കുന്ന സമയങ്ങളിൽ സ്തോത്രം. അതിന് മുമ്പ് 1993 എൻ്റെ വീട്ടിലെ സഭയം നടക്കുന്നത്. സ്തോത്രം. ഒരു ദുഃഖ വെള്ളിയാഴ്ച സ്തോത്രം, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് 2 വാതിലും അടച്ച് എൻ്റെ അനുജൻ വന്ന് ഒരു വീട് 10-15 പേരെ കൂട്ടി പെട്ടെന്ന് വാഹനം എടുക്കുന്നു, മുറ്റത്തുള്ള ഒരു പ്രാവ് മുറിച്ചു മാറ്റുന്നു, വീട് വെക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എനിക്ക് എൻ്റെ പിതാവ് ഒരു 7 സെന്റ് സ്ഥലം എനിക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തോട് കയറ്റിയായിട്ട് വീട് വെക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് വീട് വെക്കുന്നതിന് തടസ്സമൊന്നുമില്ല, എനിക്ക് റോഡിലോട്ട് ഇറങ്ങാൻ വഴി ഇട്ട് തരണം, ഇന്ന് നിങ്ങൾ ഈ വീട് വെച്ചോളാൻ പറഞ്ഞു. അവർ പറഞ്ഞു, നിന്റെ വാതിൽ പുറത്ത് വെച്ചു എന്ന് പറഞ്ഞു. അപ്പം അവിടെ നിന്ന് പ്രശ്നമാകുമല്ലോ. ഞാൻ അവിടെ നിന്ന് ഒന്നും സംസാരിച്ചില്ല. ഇവിടുന്ന് പുറത്തേക്ക് പോയി. എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകനുണ്ട്. അദ്ദേഹത്തെ ചെന്ന് കണ്ട് കാര്യം, സാറേ ഇങ്ങനെയാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുക, അവിടെ വീട് വെച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് പുറത്തോട്ട് വന്ന് വാതിലില്ല. സ്തോത്രം. എനിക്ക് എൻ്റെ പിതാവ് എന്ന സ്ഥലത്തു കൂടി കേട്ടാണ് ഒരു വീട് വെക്കുന്നത്. എന്തെങ്കിലും ഒരു ക്രിമിനൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ സാറ് വന്ന്, നീ വെക്കൂ, ഞാൻ കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. സ്തോത്രം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 പോലീസുകാർ വീട്ടിൽ വന്നു. സ്തോത്രം. വീടിന്റെ പണി തടഞ്ഞു. എല്ലാവരും ചേച്ചി വരാൻ പറഞ്ഞു. സ്തോത്രം. സ്റ്റേഷനിൽ ചെന്നു. അപ്പനും ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ചെന്നു. ആ വയസ്സെ ചോദിച്ചു എന്താ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പം അപ്പൻ പറഞ്ഞു, എല്ലാവർക്കും വീടുണ്ട്, ആർക്കും വീടില്ലാതെ എല്ലാവർക്കും വീടുണ്ട്. ഇപ്പം ഭൂമി വീതിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവര് പറയാ വസ്തു ഷെയർ ചെയ്യണം വീതിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെ വീതിച്ചാലും ഈ വീട് നടുക്കൂടെ എതിര് വരുന്നവർക്കറിയാം. ഇത് പൊളിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കാരണം ഈ സഭായോഗം നടത്തരുത്, ഇതിവിടെ നിന്ന് മാറ്റണം, ഇതാണ് ഇവരുടെ ഏക ലക്ഷ്യം. അങ്ങനെ തീരുമാനമായി, വീട് പൊളിക്കാൻ തീരുമാനമായി. സ്തോത്രം. നല്ല മഴയാണ്. എൻ്റെ വൈഫ് വന്ന് 2ാമത്തെ മോളെ പ്രഗ്നൻ്റായിരിക്കും, 9 മാസമായി. സ്തോത്രം. ഡെലിവറി നടക്കേണ്ട സമയമായി. ആമേ. സ്തോത്രം. വീട് പൊളിച്ച് മാറ്റി. സ്തോത്രം. എൻ്റെ വൈഫിൻ്റെ സഹോദരന്മാരൊക്കെ വന്ന് നാട്ടുകാരൊക്കെ കൂടി പെട്ടെന്ന്, ഒരു പഴയ വീടാണ്, അതിൻ്റെ
അതിന്റെ കഴുക്കൊല്ല തല്ലിയൊടിച്ച് അതെല്ലാം കൂട്ടി ഒരു ഷെഡ് അവരുണ്ടാക്കി തന്നു. പച്ച മണ്ണ് വെട്ടിയിട്ടു, പല്ലി ഒതുക്കി തറയുണ്ടാക്കി, ചാണകം മെഴുകി. സ്തോത്രം. ഒരു ദുഃഖവെള്ളിയാഴ്ച പൊളിച്ചു. സ്തോത്രം. ഒരു ഈസ്റ്റർ അന്ന് തിങ്കളാഴ്ച പൊളിച്ചു. പിറ്റേ ആഴ്ച തന്നെ ഒരു സഭയോ പോലും മുടങ്ങാതെ ആ തറയ്ക്കകത്ത് ഞങ്ങള് സഭയോ നടത്തി. പിന്നെ പതുക്കെ വൈഫിനെ വീട്ടിൽ വിട്ടു. ഡെലിവറി കഴിഞ്ഞു. ഞാൻ പതുക്കെ ജോലി കഴിഞ്ഞ് വരും. കൂടുതലെ മണ്ണ് ഇളക്കി കുഴച്ച് അന്നത്തെ നിലയിൽ മൺകട്ട പിടിച്ച് ഉണക്കി 2 മുറി തിരിച്ച സ്തോത്രം ആ വീട് ഭംഗിയാക്കി എടുക്കുവാനിടയായി. അങ്ങനെ അതിലാണ് പിന്നെ മുൻപോട്ടുള്ള താമസം. അങ്ങനെ താമസിച്ച് വരെയാണ് ഞാൻ തളർന്നു പോകാൻ ഇടയാത്തുന്നത്. പിന്നെ എല്ലാ ആശ്രയം പോയി. സൗഖ്യമായി ഇരുന്നിട്ട് ഇനി എന്താ ചെയ്യുക? കർത്താവിന്റെ ഉടമ്പടി ചെയ്തു. ഇനി തയ്യൽക്കടലേക്ക് പോകത്തില്ല. മിഷനെല്ലാം വിറ്റു. ഒന്നുപോലും വീട്ടിൽ കൊണ്ടുവന്നില്ല. കാരണം എലിശയോട് അങ്ങനെ പറഞ്ഞ എലിശ എന്താ എല്ലാ കാളയും കലപ്പി 12ാമത്തെ കലപ്പി ഓടിച്ചു. ഒരു കലപ്പോലും വീട്ടിൽ കൊണ്ടുവന്നില്ല. തുന്നൽ സൂയി പോലും ഞാൻ വീട്ടിൽ കൊണ്ടുവന്നില്ല. കംപ്ലീറ്റ് അവിടെ തന്നെ ബാൻ ചെയ്തു. വീട്ടിൽ വന്നു. പിറ്റേ ദിവസം മുതൽ ഞാൻ ഒരു തോൾ സഞ്ചി എടുത്ത് അതിനകത്ത് ട്രാക്ട് ഇട്ടു, ഒരു നോട്ട്ബുക്ക് എടുത്ത്, ഒരു ബൈബിൾ വയ്ക്കും. അങ്ങനെ ഞങ്ങളുടെ പുറമറ്റം പഞ്ചായത്ത്, അടുത്തുള്ള എഴുമറ്റു പഞ്ചായത്ത്, 2 പഞ്ചായത്തുള്ള ഓരോ വീടുകൾ കയറി ഇറങ്ങി എന്നെ കർത്താവ് സൗഖ്യമായ സാക്ഷ്യം പറയും. യേശുവിനെ കുറിച്ച് പറയും. അവരെ പ്രാർത്ഥന വിഷയം എഴുതി വാങ്ങിക്കും. അവരെ ഫോൺ നമ്പർ എഴുതി വാങ്ങിക്കും. അങ്ങനെ വന്നു വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. സ്തോത്രം. പിന്നെ ഒരു മാസം വീണ്ടും ആ വഴിക്കോട്ട് ചെല്ലും. അങ്ങനെ 2 വർഷം ഞങ്ങളുടെ ദേശത്ത് ഈ 2 പഞ്ചായത്തുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി എഗിലെ കൊടുത്തും പരസ്യോഗം നടത്തിയും സുവിശേഷം ചെയ്യുവാനിടയെത്തുന്നത്. എൻ്റെ കൂടെ 2 ദേവദാസന്മാർ കൂടി വന്നു പരസ്യോഗം നടത്തുവാനായിട്ട്. പല ലക്ഷം കോളനികൾ കേന്ദ്രീകരിച്ച ഞങ്ങള് പരസ്യോഗങ്ങൾ നടത്തി അങ്ങനെ മുൻപോട്ട് വന്നു. ഞാൻ ദൈവത്തിന്റെ കാര്യം, കർത്താവേ, നീ അതിനെ സൗഖ്യമാക്കിയെന്ന ഈ ദേശം അറിയണം. ഞാൻ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകുമെങ്കിൽ എൻ്റെ വീടിനടുത്ത് സെവന്തരയാഴ്ച കൂടുന്ന ഒരു ചിന്നമ്മ ആൻറ്റി പരിഹരിച്ചാനുമുണ്ട്. ആ ആൻറ്റി ബ്രസ്റ്റിന് ക്യാൻസർ വന്നിട്ട് തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ കഴിഞ്ഞ് സൗഖ്യമില്ല. 30 ദിവസം അവധി പറഞ്ഞ് 30 ദിവസം സൗകര്യം മരിക്കുമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. സ്തോത്രം. അവർ വീണ്ടും ഒരു പന്തല് കെട്ടി. അന്ന് ലൈറ്റില്ല, ആ വഴി കറണ്ടില്ല. പെട്രോൾ മാസ്ക് കത്തിച്ച് വെച്ച് കസര ഇറക്കിയിട്ടില്ല. ഈ ആന്റിയുടെ മരണം കാണാൻ വേണ്ടി കാത്തിരിക്കുക. 2 മക്കളാണുള്ളത്. സ്തോത്രം. കർത്താവേ, ചിന്നമാമയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സൗഖ്യമാക്കണം. നീ എന്റെ വേലയ്ക്കൊരു വിളിച്ചെന്ന് എനിക്കൊരു അടയാളം തരണം. എന്നെ സൗഖ്യം അടയാളം തരണം. എന്റെ ദേശം കാണണം. അങ്ങനെ ഞാൻ അവന്റെ വൈഫ് ഒരു 8 മണിയായപ്പോ ഒരു മണവിളക്ക് കൈ പിടിച്ചുകൊണ്ട് ഞങ്ങള് അവിടെ ചെന്നു. സ്തോത്രം. ചെന്ന് അമ്മാമ്മയെ കണ്ടു, വർത്താനമൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയപ്പോ അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിക്കാതെ പോവുകയാണ്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. എന്താ ഇറങ്ങിപ്പോകാൻ കാരണം? എന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഉപദേശിമാരെ ഈ അച്ഛൻ വഴി വെച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ലെങ്കിൽ പറ്റിയല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോന്നതാണ്. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു, പ്രാർത്ഥിക്കാതെ പോവുകയാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എന്നാ പ്രാർത്ഥിക്കാം. ഞാൻ സഹോദരൻ ദൈവം തന്ന ദൂതിങ്ങനെയാണ്. ആമീൻ. യേശു രക്തത്തിൽ രോഗാണുക്കളില്ല. 2, യേശു രക്തം ഏത് ബ്ലഡ് ഗ്രൂപ്പിനോട് ചേർന്ന രക്തമാണ്. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ യേശുവിന്റെ രക്തം ക്യാൻസർ നിറഞ്ഞ ഈ ബ്ലഡിനെ മാറ്റി പൂർണ്ണ സൗഖ്യം നൽകും. ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. ഈ സഹോദരി ഒരു തീരുമാനമെടുത്തു. കർത്താവിനെ സൗഖ്യമാക്കിയാൽ ഞാൻ 50 വീടുകൾ കയറി പ്രാർത്ഥിക്കുമെന്ന്. അന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇവിടെ ഇറങ്ങുമ്പോൾ ഇന്ന് ആൾക്കാരെല്ലാം ഞങ്ങളെ കുറുക്കൻ കൂകി ഞങ്ങളെ കളിയാക്കി. ഒരു വലിയ ഡോക്ടർ വന്നിരിക്കുന്നു, ഇപ്പൊ കാണാൻ സൗഖ്യം എന്ന് പറഞ്ഞ് ഞങ്ങളെ പരിഹസിച്ച് ആക്ഷേപിച്ച് കൂകി വിളിച്ച് ഞങ്ങളെ ഒന്ന് പറഞ്ഞു വിട്ടു. സ്തോത്രം. പ്രഭാതം ഒരു 5 മണിയായപ്പോൾ ഈ അച്ചായന്റെ ഒരു മകൾ എന്റെ വീട്ടിൽ വന്നെന്നെ വിളിച്ചു.
സ്തോത്രം വീട്ടിലൊന്ന് വരാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനി മരിച്ചു കാണുമ്പോൾ എന്തായിരിക്കും പ്രൈസ് ലോർഡ്. അവിടെ ചെല്ലുമ്പോൾ ആമേൻ ആ സഹോദരി ആമേൻ സ്തോത്രം ഡ്രസ് മാറ്റിയിട്ട് ആ ഓപ്പറേഷൻ ഭാഗം എന്നെ കാണിച്ചു. ആമേൻ ബക്കറ്റ് കണക്ക് പഴിപ്പെടുത്ത് മാറ്റിയതാ. പക്ഷെ ചൂട്ടുപോലെ കരിഞ്ഞ് ആമേൻ സൗഖ്യമായി. ആ അമ്മ ഇങ്ങനെയാ പറഞ്ഞത്, പാസ്റ്ററേ സ്തോത്രം, ഞാൻ പാസ്റ്ററല്ല സ്തോത്രം എന്ന് പറഞ്ഞ് രാത്രി 2 മണിയായി എല്ലാവരും ഉറങ്ങി. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, ആരെ വിളിച്ചാലും അവരെ എഴുന്നേക്കത്തില്ല. ഞാൻ ഇങ്ങനെ കിടക്കുമ്പോ സൂര്യനെ വലിപ്പം ഒരു ഗോളം ഒരടി പൊക്കത്തിന്റെ തലയുടെ നേരെ വന്നിട്ട് കറങ്ങി കറങ്ങി എന്റെ പാദത്തോട് ഇറങ്ങിപ്പോയി. ഭയങ്കര ചൂടിന്റെ ശരീരത്തിലേക്ക് അടിച്ചു. അത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ പെട്ടെന്ന് എന്റെ കൈയെടുത്ത് നോക്കുമ്പോ ഇവിടെ എല്ലാം കരിഞ്ചിരിക്കുന്നു. ഒരു റേഡിയേഷൻ ആണ് നടന്നതെന്ന് പുള്ളിക്കാരൻ സാക്ഷ്യം പറഞ്ഞു. പ്രൈസ് ലോർഡ്. ആ സഹോദരി ഒരു തീരുമാനമെടുത്ത് ഞാൻ 50 വീട്ടിൽ പോയി പ്രാർത്ഥിക്കാമെന്ന്. പക്ഷേ ഒരൊറ്റ വീട്ടിൽ പോലും പോയി പ്രാർത്ഥിച്ചില്ല. ഈ സാക്ഷ്യമായിട്ടും പറഞ്ഞില്ല, ഈ സൗഖ്യമായിട്ടും പറഞ്ഞില്ല. അവർ പിന്നെയും സെവന്തയിൽ തന്നെ പോകാൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. 4 വർഷം കഴിഞ്ഞപ്പോൾ ആ സഹോദരിക്ക് വീട് അടുത്ത പ്രശ്നം രോഗം ഉണ്ടായി. ആമേൻ. ഞാൻ ഈരാട്ട് ഒരു ന്യൂന്റെ ചർച്ച കൂടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ വൈഫ് വിളിച്ചു പറഞ്ഞു, ചിന്നമാമയ്ക്ക് കാണുന്ന ആഗ്രഹമുണ്ട്. പരിശുദ്ധൻ പറഞ്ഞു, ഞാൻ നിന്നെ അയക്കത്തില്ല, ആ ബോഡി കൂടി ഞാൻ കാണിക്കത്തില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. എങ്കിലും ഞാൻ ആവലോട് ആ മീറ്റിംഗ് കഴിഞ്ഞ് പെട്ടെന്ന് ആമേൻ അവിടുന്ന് വണ്ടി കയറി ബസ് കയറി 2-3 ബസ് മാറി വീട്ടിൽ വന്നപ്പോഴത്തിന് ആന്റിയുടെ ബോഡി അടക്കം ചെയ്തു. എനിക്ക് കാണാൻ പറ്റിയില്ല. ദൈവം പറഞ്ഞു, നിന്നെ കാണിക്കത്തില്ല, നീ പോകുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം എനിക്ക് അപ്പൊ എനിക്ക് ഒന്നുകൂടെ ഉറപ്പായി, എന്നെ കർത്താവ് തന്നെയാണ് എന്നെ വിളിച്ചത്, എന്നെ വേർതിരിച്ചത്, മനുഷ്യല്ല എന്ന് ഞാൻ ഉറയ്ക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം എന്റെ ഒരു ദൈവദാസൻ സ്തോത്രം ഒരു ലെറ്റർ കൊടുത്തിന്റെ എടുത്തു വിട്ടിരിക്കുന്നു. ഈ ആളിന്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം, നമ്മുടെ സഹോദരനാണെന്ന് പറഞ്ഞു. തിരുവല്ലായിലുള്ള ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ ആമേ ബ്ലഡ് ക്യാൻസറിന് എന്ന് വിധിക്കപ്പെട്ട ഒരു സിസ്റ്റർ സ്തോത്രം. അവര് മർത്തുമക്കാരാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നോട് കർത്താവ് പറഞ്ഞു, നീ രോഗസമയത്തെ കുറിച്ചൊന്നും പറയണ്ട. സ്തോത്രം. എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ അവരെ ബ്ലഡ് ലാഭിട്ടിരിക്കുക. സ്തോത്രം. 2, സ്നാനത്തെ കുറിച്ച് മാത്രം പറയാൻ പറഞ്ഞു. സ്തോത്രം. അവിടെ സുവിശേഷം പറയണം, അവർക്ക് സുവിശേഷം അറിയാം. എന്നാൽ സ്നാനത്തെ കുറിച്ച് വളരെ വ്യക്തമായി അവിടെ സംസാരിക്കാനിടയായി. സ്തോത്രം. ആമേൻ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. സ്തോത്രം. കർത്താവേ സ്തോത്രം, ഈ സഹോദരിക്ക് ആമേൻ ഇപ്പോൾ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആ ലാബിലിരിക്കുന്ന ടെസ്റ്റ് വരുമ്പോൾ റിസൾട്ട് വരുമ്പോൾ നോർമൽ ആയിരിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ആ റിസൾട്ട് നോർമലായി, റിസൾട്ട് വരെ നോർമലായി. ആ സാറ് എന്റെ വീട്ടിൽ വന്ന് ആമേ ഒരു നന്ദി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേ. ഞാൻ ആദ്യമായിട്ട് എന്റെ ശുശ്രൂഷയിൽ എനിക്ക് ലഭിച്ചത് ആമേ സ്തോത്രം ആ പ്രിയ സാറ് ഒരു 30,000 രൂപ എന്നെ വീട് പണി ഇങ്ങനെ കിടക്കുന്ന ഓലയല്ലേ, ചോർന്നടിക്കുന്നല്ലോ, എന്തെങ്കിലും മാറ്റം വരുത്തു എന്ന് പറഞ്ഞ സ്തോത്രം ഒരു 30,000 രൂപ ആമേ എനിക്ക്. ഞാൻ ചോദിച്ചു, എന്താ സാറ് പറഞ്ഞു, ഒരു പ്രാവശ്യം ബ്ലഡ് ചേഞ്ച് ചെയ്യുമ്പോൾ 35,000 രൂപ എനിക്ക് ചെലവാകുന്നത്, അത്രന്റെ ഒരംശം പോലും ഞാൻ തരുന്നില്ലല്ലോ. ഞാൻ പറയട്ടെ സിസ്റ്ററെ, ഇന്നും ആ സാറ് ഇന്നും എനിക്ക് ഒരു ദശാംശം അയച്ചോണ്ടിരിക്കുന്നു. 2,500 രൂപ ഇന്നും എനിക്ക് ഇന്ന് വരെ മുടക്കം കൂടാതെ എനിക്ക് അയച്ചോണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അങ്ങനെ സൗഖ്യം തരുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. 2004 ആണ് എന്റെ ഓർമ്മ ശരിയെങ്കിൽ. എല്ലാ ബുധനാഴ്ചയും പ്രാർത്ഥനയുണ്ട്. സ്തോത്രം. എന്റെ വീട് ഞാൻ പണിയുമ്പോൾ വീട് പണിയുന്ന കാര്യം കൂടെ പറഞ്ഞു വരാം. സ്തോത്രം. അങ്ങനെ 1998 അതെ ഞാൻ ബോംബെയിൽ 6 മാസം ഒരു 3 മാസം സൃഷ്ടിക്ക് വന്നു. പല വീടുകൾ പല ചർച്ചകൾ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ 2ാമത്തെ മകളെ സ്കൂളിൽ ചേർക്കുവാനായിട്ട് നാട്ടിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ ദൈവാത്മ ഒരു വെളിപ്പാട് വന്ന് എൻ്റെ ഒരു സഹോദരൻ എന്നെ പറയുന്ന ഒരു കമ്പിയോടി കൊണ്ടിനെ അടിച്ച് എന്നെ താഴെ ഇടുന്നു. എൻ്റെ രക്തം എല്ലാം വീഴുന്നു. ഒരു വെളിപ്പാട്. ഞാൻ ആ പാസ്റ്ററെ ഇങ്ങനൊരു സംഭവം കാണുന്നല്ലോ, നാട്ടിൽ എനിക്ക് പ്രതികൂലമുണ്ട്, എൻ്റെ സഹോദരന്മാരും വിശ്വാസമായിരുന്നല്ലോ, ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ നാട്ടിൽ ചെന്നു. സ്തോത്രം.
നാട്ടിൽ ചെന്നപ്പോ എന്റെ പേരപ്പന്റെ മകന്റെ മകളുടെ ഭാഗം നടക്കുകയാണ്. അവിടെ ആ ചേട്ടൻ ചെവി ചിലപ്പോൾ കേൾക്കുന്നുണ്ട്. ഞാൻ ചെന്നപ്പോഴും ഞാൻ നിന്നെ നോക്കിയിരിക്കായിരുന്നു, എല്ലാ കാര്യം നീ നോക്കിക്കോളൂ, ഇനി ഞാൻ ഒന്നും ചെയ്യരുത്, നീ എല്ലാം ചെയ്തോണം എന്ന് പറഞ്ഞ് ആ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചു. സ്തോത്രം. അത് വളരെ വിശ്വസ്തയോടെ ചെയ്തു. ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ വൈപ്പാട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ ചെറുക്കനെ കൊണ്ട് വീട്ടിൽ വരുമ്പോ ഞങ്ങളുടെ വീട് ഇന്ന് ഭയങ്കര ആൾക്കൂട്ടം. ഞങ്ങൾ റോഡിൽ വരുമ്പോ ഞങ്ങളുടെ തേപ്പോട്ട് കിടക്കുന്നു, ഞങ്ങളുടെ കലം കിടക്കുന്നു, പാത്രങ്ങൾ കിടക്കുന്നു, ഇതെല്ലാം ഞങ്ങൾ നമ്മുടെതിലെന്ന് പറഞ്ഞ് ഞങ്ങൾ പെറുക്കി വരിക. മണവാട്ടി കൂടുണ്ട്. പ്രൈസറോ ഇത് പെറുക്കിക്കൊണ്ട് വരുമ്പോ ഭയങ്കര ആള് വീട്ടിൽ വിട്ടിട്ട് സ്തോത്രം. ആമേ. അന്ന് ഓല മാറ്റി ചാക്കിഷിച്ചിരിക്കുക. ഇതെല്ലാം കുത്തിക്കിഴിച്ച് കഥയെല്ലാം അടിച്ചു പറിച്ചു, പാത്രമെല്ലാം ഉടച്ചു കളഞ്ഞു. പ്രൈസറോ ഞങ്ങള് ധരിച്ചു കൊള്ളുന്ന വസ്ത്രമല്ലാതെ ഒന്നും പെറുക്കാനില്ല. ആമേ. ഭയങ്കര മഴയും പ്രൈസറോ ആയിട്ട് സ്തോത്രം. മൺകെട്ടവന്റെ വീടാണ്. പ്രൈസറോ അതിങ്ങനെ ഓരോ ഭാഗ്യനെ ഇടിയാൻ തുടങ്ങി. പ്രൈസറോ വളരെ ദയനീയമായ അവസ്ഥയാണ്. ഇപ്പോൾ നാട്ടുകാരൊക്കെ വിചാരിച്ചു ആമേൻ ഇവര് വന്നിട്ട് എന്തായിരിക്കും അവസ്ഥ, സ്ഥിതി എന്തായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങള് സ്തോത്രം മുറ്റത്ത് വന്ന് ഞങ്ങളിത് കണ്ടിട്ട് ഒന്നും പറഞ്ഞില്ല. ഞങ്ങളെ കൈ കോർത്തി പിടിച്ച് ഞങ്ങൾ അന്യഭാഷയിൽ ആത്മാവിൽ ഞങ്ങൾ ആരാധിച്ചു. ചില മണിക്കൂറിൽ ഞങ്ങൾ അന്യഭാഷ ആരാധിച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് ഈ മണ്ണിൽ ഒരു നല്ല ഭവനം തന്നതിനായി സ്തോത്രം പറഞ്ഞ് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചു. എല്ലാവരും പറഞ്ഞ് വീട് പോയി രക്ഷനായി. അന്യഭാഷ എന്നൊക്കെ പറഞ്ഞ മൊത്തമാക്കാർക്ക് അസഹ്യമാണല്ലോ. പ്രൈസറോ ഇവർക്ക് എന്തോ വട്ടി പിടിച്ചെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് വട്ടി പിടിച്ചതല്ല, ഞങ്ങളുടെ ഉള്ളിൽ ആത്മാവ് പ്രവർത്തിച്ചാന്ന് പറഞ്ഞു. അങ്ങനെ സ്തോത്രം ഞാന് ഒരു ചെറിയ അങ്ങനെ കിടക്കുമ്പോഴാണ് ഒരു തെങ്ങിഞ്ചോട്ട് ഞങ്ങൾ ഇങ്ങനെ കിടക്കുക. നീ എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുമ്പോൾ ഡൽഹിയിൽ ഉള്ള ഒരു എഞ്ചിനീയർ ആമേൻ സ്തോത്രം അവിടെ ഞാൻ കടന്നുപോയ സമയത്ത് മക്കളില്ലാതെ 7 വർഷമായിട്ട് ഭാരപ്പെടുകയായിരുന്നു. ആ കുടുംബത്തിന് വേണ്ടി ആ എഞ്ചിനീയർ കൊണ്ട് പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു അടുത്ത വർഷ സമയമാകുമ്പോൾ ഒരു ആൺകുഞ്ഞിനെ അണയ്ക്കുമെന്ന് പറഞ്ഞു. പ്രൈസറോ ആ കുഞ്ഞി ജനിച്ചു. 3 മാസങ്ങൾ കുഞ്ഞിനെ നാട്ടിൽ കൊണ്ടുവന്ന് പ്രതീക്ഷിക്കുമെന്ന് വരുമ്പോൾ ആ മോൻ പറഞ്ഞു, പപ്പ സണ്ണിപ്പാസിൽ ഒന്ന് കാണണം, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അതൊരു ജീപ്പ് എടുത്ത് വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ തെങ്ങിൻ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രൈസറോ വീടില്ല, ഒന്നുമില്ല. പ്രൈസറോ രണ്ടാമത്തെ സംഭവം വീടുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ പ്രൈസറോ അദ്ദേഹം പെട്ടെന്ന് ഒരു 5000 രൂപ എടുത്തു. പാസ്റ്ററെ എന്തെങ്കിലും ചില സംവിധാനം ചെയ്യും, പിന്നെ ഞങ്ങൾ സഹായിക്കാന്ന് പറഞ്ഞ് അവർ പോയി. സ്തോത്രം. ഈ അവസ്ഥ ഒന്ന് കാണേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ് അവരും വളരെ പ്രയാസത്തോടെ പോയി. ഞാൻ അതുകൊണ്ട് 10 അടി നീളമുള്ള 6 ഷീറ്റ് വാങ്ങിച്ച ഇട്ടിട്ട് പ്രൈസറോ ഞാൻ പെട്ടെന്ന് പിറ്റേ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇവരെ ഞങ്ങൾ ആക്കിയിട്ട് ഞാൻ ട്രെയിൻ കയറി ബോംബെക്ക് വന്ന്. എൻ്റെ ആഗ്രഹം എന്താ, ഇവിടെ മീറ്റിംഗ് എടുത്തിട്ട് സാമ്പത്തികം ഉണ്ടാകുകയാണെങ്കിൽ പോയി ഒരു വീട് പണിയാം എന്ന് വിചാരിച്ച അങ്ങനെ ഞാൻ ബോംബെ വന്നു. സ്തോത്രം. അങ്ങനെ ഭയങ്കര ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മസ്കറ്റിൽ എച്ചായം വന്നു. എച്ചായം വന്നിരിക്കുമ്പോൾ ദൂത് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, നീ വന്നാൽ കാര്യം സാധിക്കത്തില്ല, നീ മടങ്ങിപ്പോയി നിന്റെ സഹോദരൻ നിരപ്പുറായി തന്നെ ചേർത്ത് കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം ഒരു ഇന്റർവ്യൂ എടുക്കുമെന്ന അദ്ദേഹത്തിന് മസ്കറ്റിൽ ഒരു വലിയ റെസ്റ്റോറന്റ്, അവിടെ സ്തോത്രം തന്റെ അനുജനായിരുന്നു മാനേജറിൽ നിന്ന് കള്ളത്തരം കാണിച്ചു അനുജനെ അടിച്ച് പുറത്താക്കിയിട്ട് പുതിയ ആളിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പ്രൈസറോ അദ്ദേഹം 13 ദിവസം ഉണ്ടായിരുന്നു. ഒരു ഇന്റർവ്യൂ പാസ്സായിട്ട് ഒരാളിനെ കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം പാസ്റ്ററെ ഞാൻ ചെന്നാണ് പാസ്റ്റർ വിസ അയച്ചാൽ മസ്കറ്റിലേക്ക് വരാൻ താല്പര്യമാണെങ്കിൽ. ഞാൻ പറഞ്ഞു എനിക്ക് പാസ്പോർട്ട് ഇല്ല. സ്തോത്രം. അങ്ങനെ സ്തോത്രം ഞാൻ നാട്ടിൽ വന്ന ഒരു പാസ്പോർട്ട് എടുത്തു. പ്രൈസറോ അതിന്റെ കോപ്പി അയച്ചു കൊടുത്തു. 1999 ഞാൻ ആദ്യമായിട്ട് വിദേശ മസ്കറ്റിൽ ഇറങ്ങി. പന്തക്കോസ്റ്റിൽ 3 മാസത്തെ ശുശ്രൂഷ കഴിഞ്ഞ് നാട്ടിൽ വന്നു. പ്രൈസറോ ഒരു വീട് സ്തോത്രം പൂർത്തീകരിച്ചില്ലെങ്കിലും അത് പണിയുവാൻ 2-3 മുറിയും ഒരു ഹാളും ഒക്കെ ഉള്ള ഒരു വീട് ആ മണ്ണില് നമ്മൾ പണിയുവാൻ കഴിയാത്തത്. സ്തോത്രം. കാരണം അതുപോലെ തന്നെ അവമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്ത സഹോദരന്മാരുടെ നടുവിൽ തന്നെ ഒരു വീട് പണിയെന്നുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് ദൈവം സാധിക്കുവാൻ ഇടയായി തന്നു. സ്തോത്രം. അങ്ങനെ സ്തോത്രം 2 പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്.
സ്തോത്രം. 5 വയസ്സിനകത്തുമാണ് മൂത്ത മോൾ ഇളയ മോളും. ഒരു സന്ധ്യ സമയം എൻ്റെ അനുജന്റെ മോനെ വിളിച്ചു, മോനെ കടയിൽ പപ്പച്ചന് ഇച്ചിരി സാധനം വാങ്ങിച്ചു പോകാൻ പറഞ്ഞു. ലിസ്റ്റ് കൊടുത്തു വിട്ടു. ഇവൻ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ എൻ്റെ അനുജൻ സ്തോത്രം അവന് ഒരു വലിയ മടലെടുത്ത് അവനെ അടിച്ച് അവന്റെ കാലും എല്ലാം രക്തം കൊണ്ട് പൊട്ടിയൊഴുകി എന്നെ മുൻപിൽ വെച്ചാണ് കാണിക്കുന്നത്. ഒരു കാര്യം ചോദിക്കടാ, നീ വല്ലവന്റെ വേലക്കാരനാണോ എന്ന് ചോദിക്കും. അതിനെ ഒത്തിരി വേദനപ്പെടുത്തി. എപ്പോഴും എനിക്ക് ചിന്ത വന്ന എൻ്റെ മൂത്ത മോളുടെ സ്ഥാനത്ത് ഒരു ആൺകുഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അവനെ പറഞ്ഞു വിടുമായിരുന്നല്ലോ. പ്രൈസലോ, ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇതൊരു ഉത്തരവാദിത്വ ദൈവമാണ്. എനിക്കൊരു ആൺകുഞ്ഞിനെ തരാതെ ഞാൻ ഇനി ഭക്ഷണം അകത്ത് നടക്കത്തില്ല. എനിക്ക് മറുപടി കിട്ടണം. എൻ്റെ സഭയിലെ പാസ്റ്റർ, പുല്ലാട്ടുള്ള ചുറ്റുകളിലെ പാസ്റ്റർ ഇവരെ അറിയിച്ചു. പാസ്റ്റർ വന്നു. പാസ്റ്റർ പറഞ്ഞു, എന്നാൽ ആയിക്കോട്ടെ, ഞാൻ 21 ദിവസം തീരുമാനം എടുത്തു. പിറ്റേ ദിവസം ഞാനും വൈഫും ഞങ്ങൾ ഉപവാസം ഇരുന്നു. സഭകാരം ഒന്ന് പ്രാർത്ഥിച്ചു. 20ാമത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ സംസാരിച്ചു. ഒരു മനുഷ്യൻ വന്ന് അടുത്ത് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിച്ചു, ഞാൻ ഒരു ആൺകുഞ്ഞിനെ തരും, കർത്താവ് സമ്മതിക്കത്തില്ല. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഈ ഒരു മകനെ അണയ്ക്കുമെന്ന് പറഞ്ഞു. 21ാം ദിവസം എൻ്റെ പ്രാർത്ഥന പൂർത്തീകരിച്ചു. ദൈവത്തിന്റെ വാക്യം നിറവേറി. 3 മാസമായപ്പോൾ എൻ്റെ വൈഫ് പ്രഗ്നൻ്റായി. എൻ്റെ പാസ്റ്റർ പറഞ്ഞു, നമുക്ക് സ്കാൻ ചെയ്യാം, കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ. ഞാൻ പറഞ്ഞില്ല, പരിശുദ്ധാത്മാവിനെ ഞാൻ അവിശ്വസിക്കത്തില്ല, ദൈവത്തെ അവിശ്വസിക്കുന്നില്ല, ഒരിക്കലും ഞാൻ സ്കാൻ ചെയ്തില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേ ഡെലിവറി സമയമായപ്പോൾ ആമേ തിരുവല്ല പുഷ്പഗിരിയിൽ സായിപ്പിന്റെ സായിപ്പിന്റെ ഹോസ്പിറ്റലിൽ ആമേ ഡെലിവറിക്ക് വേണ്ടി കയറ്റി. രാത്രി 1:30 ഡോക്ടർ വന്ന് പറയാ, പാസ്റ്ററെ 5 വർഷം കഴിഞ്ഞില്ലേ 2ാമത്തെ കുഞ്ഞുണ്ടായിട്ട്, 5 വർഷമായി, ഓപ്പറേഷൻ വേണം. ഇല്ല, പറ്റുകയാണ് പാസ്റ്ററെ, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് പാസ്റ്ററെ, ലേബർ റൂമിൽ കയറ്റാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ സമ്മതിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു. നിർബന്ധമായിട്ട് എന്നെ എഴുതി വാങ്ങിച്ചു. ഈ തള്ളയ്ക്ക കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി ഞാനാണ്. എഴുതി ഒപ്പുവെച്ചു കൊടുത്തു. ഞാൻ ഇടനാടി മുട്ടുമടി, കർത്താവേ സ്തോത്രം, എനിക്ക് 20 ദിവസം ഉപസ്ഥിച്ച വിഷയമാണ്, രക്ഷിപ്പിക്കലെന്ന് പറഞ്ഞു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലേബർ റൂമിൽ കുഞ്ഞിനെ കരച്ച് പുറത്ത് കേൾക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ ഒരു കുഞ്ഞിനെ പൊതിഞ്ഞ് എന്നെ കൊണ്ടുവന്ന് പറഞ്ഞു, ഒരു ആൺകുഞ്ഞ 3.5 കിലോ ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് കൈ തന്നു. ഞാൻ ആ കുഞ്ഞുമായിട്ട് അവളെ മുഖം മടക്കി ആ കുഞ്ഞിനെ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, എന്നെ നിന്നാ മാറ്റിയതുപോലെ നീ എന്നെ നിന്നാ മാറ്റി. ഞാൻ ഇവന് ശമൂവേൽ എന്ന് പേരിടുന്നു പറഞ്ഞു. പേര് കൊടുത്തു, പ്രാർത്ഥിച്ചു, ഇതിനെ കൊടുത്തു. സ്തോത്രം. ഡെലിവറി കഴിഞ്ഞ് അവന് ഇപ്പോൾ 28 വയസ്സുണ്ട്. ആമേൻ. വീട്ടിൽ കൊണ്ടുവന്നു. സ്തോത്രം. ആമേൻ. 1 മാസം കൂടെ ഞാൻ ഭാര്യയെ ഇതിനൊക്കെ ശുശ്രൂഷിച്ചു. 1 മാസം കഴിഞ്ഞാൽ ഞാൻ സ്തോത്രം ആന്ധ്രയിലേക്ക് പോയി. അവിടെ 6 മാസത്തെ ശുശ്രൂഷ ഉണ്ടായിരുന്നു. ആ സമയത്താണ് എന്റെ വൈഫ് വിളിച്ചു പറയും, വേഗം കയറി വാ, ചേട്ടൻ നമ്മുടെ ക്രമീകരി വീട് വെക്കുന്നു. എന്തെങ്കിലും തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ദൈവം നമുക്ക് ഒരു നല്ല വീട് തന്നിട്ടുണ്ട്. അവിടെ കുഞ്ഞുങ്ങളുടെ കളിക്കും, മിത്തമില്ല, അല്പസ്ഥലം സ്ഥലമുള്ളത് 7 സെന്റ് അല്പസ്ഥലമുള്ളത് അതേ എടുക്കാണല്ലോ. ഞാൻ പറഞ്ഞു, ഒരു വാക്കുപോൽ നീ സംസാരിക്കണ്ട. ഇന്ന് ആ വീട് അവിടെ ഉണ്ട്. ആധാരം എന്റെ പേരാണെങ്കിലും അവകാശം പറയുകയില്ല. സ്തോത്രം. ഒരു വാക്ക് ഇന്നും ചോദിച്ചിട്ടില്ല, എന്തിനാ എന്റെ സ്ഥലത്തോട്ട് കപ്പന്ന സ്ഥലമല്ലേ, എന്തിനകത്തൊക്കെ വീട് വെച്ചത്, ഇത് പൊളിക്കണമെന്ന് ഞാൻ കേസുള്ളൂ, ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നും ആ വീട് അവിടെ സ്ഥാപിതമാണ്. അങ്ങനെ സ്വന്തം സഹോദരങ്ങളാൽ ഒരുപാട് മാനസികവും ശാരീരികമായ പീഡനങ്ങൾ ആമേ കടന്നു വരുവാനിടയായി. ഞങ്ങളുടെ ചർച്ചിൽ ഒരു ആന്റി മരിച്ചു. ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാൽ മരിച്ചത്. തിങ്കളാഴ്ച അടക്കം. അവിടെ പോയി അല്പസമയം പ്രാർത്ഥിച്ച് ഒരു 2 മണി ആയപ്പോൾ ഞാന് രാത്രി 2 മണി ആയപ്പോൾ ഒരു മെഴുകിനെയും കത്തിച്ചു വിളിച്ച വരിക. എന്നെ വരുന്ന വഴിക്ക് പെങ്ങളെ കേട്ടിട്ടുണ്ട്. പെങ്ങളുടെ മോനെ കൂടി വിളിച്ച് ആദ്യമായല്ലോ ഒരു കൂട്ടത്തിൽ ചങ്ങ കൂടി കൂടി വന്നു.
വീടോട് വന്ന് കയറുമ്പോൾ മെഴുകുതിരി വട്ടത്തിൽ തിളക്കം കാണുന്നു. ഞാന് എന്തോ വന്നെ ഷർട്ട് കൊള്ളുന്നത് തോന്നി. പെട്ടെന്ന് പുറകോട്ട് മാറി അടുത്ത കുത്ത് ആഞ്ഞുകുത്തി അതിനേക്കാൾ ശക്തിയോടെ ആഞ്ഞുകുത്തി ഇരുട്ടിട്ടാണ് ആഞ്ഞുകുത്തുക. അപ്പോൾ എന്റെ പെങ്ങളുടെ മോൻ പെട്ടെന്ന് ചാടി എന്റെ അനുജനെ അടങ്കം ഒന്ന് പിടിച്ച് ആ കത്തി അടിച്ചു മാറ്റി. പ്രൈസലോ, ഒരു തലനാല് വ്യത്യാസം ഞാൻ രക്ഷപ്പെട്ടെന്ന് രാത്രി. പ്രൈസലോ, സ്തോത്രം. ഞാൻ മുറിക്കകത്ത് കയറി ഒന്നും പറഞ്ഞില്ല. കുടുംബം വരെ അപ്പുറത്ത് അവർ താമസിക്കും, പ്രത്യേകം ഞങ്ങൾ താമസിക്കുന്നത്. ഒരക്ഷരം പോലും ഇടിയില്ല. മുട്ടുമടയ്ക്ക് ഒരു 6 മണി വരെ ആ മുട്ടുമേന്നൊരു പാടി. അവൻ മാനസാന്തരപ്പെട്ടവനായിരുന്നെങ്കിൽ ഈ രംഗം ഉണ്ടാകത്തില്ല. അവൻ എന്നെ പോലെ ആയിത്തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രൈസലോ, ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഇന്ന് ചർച്ചക്കോട് സഭയിലെ ഒരു സെൻട്രൽ പാസ്റ്ററായിട്ട് സേവനം ചെയ്യുകയാണ്. പ്രൈസലോ, കർത്താവ് പിന്നെ ആമേൻ, സ്തോത്രം. ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇതിന്റെ മസ്കറ്റിൽ പോയിട്ട് ആദ്യമായിട്ട് വരുമ്പോൾ ചോക്ലേറ്റ് കൊണ്ടുവന്ന് ആ മൂത്ത മോടെ കൊടുക്കാനെ ഇതോടെ അപ്പാപ്പനെ കൊടുക്കും ഞാൻ കൊടുക്കുന്ന പറഞ്ഞ് കൊടുത്തു വിടുമ്പോൾ ഇത് മോളിൽ കൊണ്ട് അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവിടുന്ന് വാങ്ങിച്ചിട്ട് എന്റെ മുൻ വീടിന്റെ വലിച്ചു ഞങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ് നോക്കണം വലിയ സന്തോഷത്തോടെ ആദ്യമായിട്ട് യാത്ര ചെയ്ത് വന്ന് നമ്മുടെ സന്തോഷം പങ്കിടുകയും. അപ്പൊ നമുക്കൊരു അനുഭവം എന്ന് പറയുന്നത് ഇതായിരുന്നു. ആമേൻ, സ്തോത്രം. വന്നാല് ആർക്കും കടക്കാന്. സ്തോത്രം. അവരുടെ 2ാമത്തെ മകന് അവര് +2 കഴിഞ്ഞിട്ട് തുടർന്ന് പഠിക്കാൻ അവര് കഴിയാതെ വന്നു. അവര് അപ്പം പറഞ്ഞു, നീ ഭയങ്കര പണി ചെയ്തു, മതി പഠിച്ചത് എന്ന് പറഞ്ഞു വരുമ്പോൾ അവൻ്റെ തന്നിട്ട എനിക്ക് പഠിക്കണം ആഗ്രഹമുണ്ട്, എന്നെ ഇവിടത്തേക്ക് പൈസ ഇടുന്നവൻ. ഞാൻ ചോദിക്കും എന്താ പഠിക്കണത്? എനിക്ക് JCBയുടെ ഡ്രൈവറിങ് പഠിക്കണം. പൈസോ എത്ര രൂപയാകും? 10,000 രൂപയാകും. സ്തോത്രം. കൃപയാതെ എടുത്തു കൊടുക്കാൻ പോയി പഠിച്ചു, ലൈസൻസ് കിട്ടി. ഞാൻ ഓർമ്മപ്പെടുത്തിയ എന്റെ ഹൃദയത്തിൽ കിടക്കിയ മുട്ടായി വലിച്ചറിഞ്ഞ കാര്യം ഞാൻ വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ അതാസനം നമ്മളെ നിന്ദിക്കുന്ന അടിയിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആമേൻ എനിക്ക് ബോധ്യമാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ സ്തോത്രം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്റെ നേരെ ജ്യേഷ്ഠനാണ് എന്റെ വീട് വന്ന് അടിച്ചു തകർത്ത് പരിപ്പണമാക്കി കളഞ്ഞത്. സ്തോത്രം. ഞാൻ ഒരിക്കലും എന്റെ ജ്യേഷ്ഠനോട് ചോദിച്ചില്ല എന്താ ഈ വീട് തട്ടി കളഞ്ഞതെന്ന്. എന്റെ വീടിന് അടുത്തൊരു മത്തോടെ അച്ഛൻ താമസിക്കുന്നത്. അച്ഛൻ പറഞ്ഞ് പാസ്റ്ററേ, ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, ഇത് നിങ്ങള് ഒരു കേസ് കൊടുത്ത് അവനെ പിടിക്കണം, അവനെ ജയിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അച്ചോ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. അത് എന്റെ അമ്മ പ്രസവിച്ച എന്റെ ജ്യേഷ്ഠ സഹോദരന, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ കേസ് കൊടുക്കണമെങ്കിൽ വചനത്തിലൊരു വാക്യമുണ്ട്, ജഡരക്തമാണ് നിങ്ങളുടെ വിരോധി, ജഡരക്തമല്ല ആഴ്ചകളും അധികാരങ്ങളും ലോകത്തെ. അപ്പൊ ഞാൻ കേസ് കൊടുക്കണമെങ്കിൽ അവന് വ്യാപിച്ച പിശാചിന്റെ പേര് വെച്ചുകൊണ്ട് കൊടുക്കണം. അങ്ങനെ ഒരു കേസ് കൊടുത്താൽ പോലീസ് പിടിക്കും, പിശാചിനെ പോലീസ് പിടിക്കുമോ? അതുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. 2 വർഷം കഴിഞ്ഞ ഈ സഭയിൽ ജൂലി താമസിക്കുന്നത്. 2 വർഷം കഴിയുമ്പോൾ ഒരാളുടെ കരയെ നിർത്താനും പിരിക്കുവാൻ ബസ് കത്തിക്കുമ്പോൾ വേഗം വരുന്നു. എന്നെ കണ്ടപ്പോൾ മുണ്ടിന്റെ മടക്ക് കഴിച്ചിട്ട് ആ ഓടി എന്റെ മുൻപിൽ കവിണ്ണു വീണ് എന്റെ കാൽക്ക് കെട്ടിപ്പിടിച്ച് പറയാൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഞാൻ കേസ് കൊടുത്ത് അവനെ ഇടിപ്പിച്ചെങ്കിൽ ജയിലാക്കിയെങ്കിൽ അങ്ങനെ പശ്ചാത്തലം ഉണ്ടാകുന്ന ഒരു വൈരാഗ്യമാണ്. അവൻ കർത്താവിനെ പറഞ്ഞ പ്രതികാരം നിങ്ങൾക്കുള്ളതല്ല, ദൈവത്തിനുള്ളതാണ്. നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപം ഇടം കൊടുക്കി എന്നൊരു വചനമുണ്ട്. അതിൽ ഞാൻ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ സഹോദരനെ കാണുന്നത് തന്റെ മൂത്ത മകളുടെ വാദമെന്ന് പറയുമ്പോഴാണ്. അവനെ മാന്യമായി പോയി സഹകരിച്ചു. എന്നെ നശിപ്പിച്ച വീടകത്ത ഒന്നും ഒരു പക വെക്കാതെ ആമേ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ആമേ കൈക്കൊള്ളുവാൻ കൃപ ദൈവം എനിക്ക് നൽകി തരുവാൻ ഇടയായി തീർന്നു. ഒരുപാട് ശുശ്രൂഷകൾ കേരളത്തിന്റെ മണ്ണിലും
വിദേശ രാജ്യങ്ങളും കർത്താവ് ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകൾ ചെയ്യുവാണ്ടേ. എന്റെ സൃഷ്ടി ആരംഭ കാലഘട്ടം ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് കേരളത്തിലെ 14 ജില്ലകളിലും എനിക്ക് പ്രാർത്ഥിക്കാൻ പോകണം. ഞാൻ തീരുമാനമെടുത്തു. ആമേ കഷ്ടം അനുഭവിക്കുന്ന ഭവനങ്ങളിൽ അവരുടെ ഒരു പൈസ പോലും പ്രതീക്ഷിക്കാതെ ആമേ അവർക്ക് വേണ്ടി 3 ദിവസം എന്ന് തീരുമാനമെടുത്ത് 12 ജില്ലകളുടെ പേര് വെച്ച് എഴുതി. അങ്ങനെ ആമേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിൽ കഷ്ടം അനുഭവിച്ച ആ ഭവനങ്ങളിൽ പോയി 3 ദിവസം അവർക്ക് ഒരു വിഷയത്തിനുള്ള പരിഹാരം നേരെ കാണുവാനായി ഇടയായി തീർന്നു. പ്രൈസലോ. അടുത്ത എന്റെ പ്രാർത്ഥന വിഷയമായത് കർത്താവേ എനിക്ക് കേരളം വിട്ടുന്നു പോകണം ശുശ്രൂഷയ്ക്ക് വേണ്ടി. പ്രൈസലോ. ഞാൻ ഒരു ദിവസം ആമേ ഷാരോൺ ഫെലോഷിപ്പിന്റെ ഒരു ചർച്ചിൽ പ്രൈസലോ ശുശ്രൂഷിക്കുമ്പോൾ എറണാകുളത്ത് ശുശ്രൂഷിക്കുമ്പോൾ ആ സഭയിൽ 16 വയസ്സുള്ള ഒരു പെൺകുട്ടി ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ആ പെൺകുട്ടി ആത്മാവിൽ നിറഞ്ഞു പറയാം, ദൈവദാസനെ ഞാൻ നോർത്തിലേക്ക് അയക്കുകയാണ്, നീ വേഗം പോകാൻ വേണ്ടിക്കൊണ്ടാണ്. ഞാൻ ആമീൻ പറഞ്ഞു. അതും അങ്ങേറ്റെടുത്തു. സ്തോത്രം. ഞാന് വീട്ടിൽ വന്നു. സ്തോത്രം. അപ്പോൾ എനിക്ക് സ്തോത്രം ഡൽഹിയിൽ ഒരു ബ്രദർ വർഗീസ് എന്ന ബ്രദറിനെ വിളിച്ചു. വിളിക്കാൻ കാരണമുണ്ട്. മുക്കൂടുതല ശാരദ സഭയില് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൗകര്യം മുന്നിൽ കരയുകയാണ്. ദൈവത്തിന്റെ ആത്മാവാസം തലമേ കൈവച്ച് പറഞ്ഞു, നീ ഒരു 3 ദിവസം ഉപവസിക്കുന്ന നിന്റെ വസ്തുവിന്റെ ആധാരം കൈവച്ചുകൊണ്ടായിരിക്കും. പ്രൈസെന്ന് പറഞ്ഞു. ആ വിദേശം 2 പേരാണ് അപ്പം മരിച്ചുപോയി. റോഡിന് മുകളിൽ താഴെ സ്ഥലമുണ്ട്. താഴെ ഈ സൗകര്യം ഡൽഹിയിലാണ് കുടുംബം താമസിക്കുന്നത്. വരുമ്പോഴൊന്നും ജ്യേഷ്ഠ വീതം ചെയ്ത് കൊടുക്കത്തില്ല. പ്രൈസലോ. സ്തോത്രം. അങ്ങനെയായപ്പോൾ ഒരു ദിവസം അദ്ദേഹം വന്ന ബലമായി റോഡിന് അടിവശത്ത് വീട് വെച്ചിട്ട് പോയി. പ്രൈസലോ. ആദരം കഴിയില്ല. സ്തോത്രം. അപ്പം ഈ ഊര് കേട്ടപ്പോൾ ഈ സഹോദരി പരിസരത്തെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് നാട്ടിൽ വന്നു. സ്തോത്രം. അദ്ദേഹം നാട്ടിൽ വന്നപ്പോ ചേട്ടൻ പറയാ, നിന്നെ കാത്തിരിക്കുകയായിരുന്നു. റോഡിനടിവശത്ത് നിനക്ക് റോഡിന് മേടിക്കുക ഇപ്പം പറഞ്ഞു. ആദരം ഇത് കൈ കൊടുക്കൂ. ആ ഉപവാസ പ്രാർത്ഥനയെ വിളിക്കുമ്പോൾ ഞാൻ ആദ്യം വീട്ടിൽ ചെല്ലുമ്പോൾ ആധാരം തന്നെ കയറ്റുന്നത് പ്രാർത്ഥിച്ചു കയറാൻ പറഞ്ഞു. അത് പ്രാർത്ഥിച്ചു കയറിച്ചു. ഞാൻ പറയുന്നത് സ്തോത്രം. ആ ബ്രദറിന്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ കേരളം വിട്ട ഡൽഹിയിലേക്ക് കടന്നു വരികയായിരുന്നു. ശുശ്രൂഷയ്ക്ക് 3 മാസം ഡൽഹി തുടർന്ന് ഇങ്ങോട്ട് രാജസ്ഥാന് UP ഹരിയാന പഞ്ചാബ് ഓരോ സംസ്ഥാനങ്ങളിൽ കൂടെ പ്രാർത്ഥിച്ച് വന്ന 6 മാസമായപ്പോ ഞാൻ വീട്ടിൽ വരുന്നിടയായിരുന്നു. ഈ സമയമൊക്കെ എന്റെ ഭാര്യ കുഞ്ഞുങ്ങൾ തനിച്ചാണ് വീട്ടിലുള്ളത്. വളരെ ശക്തമായ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. വൈബ് പ്രാർത്ഥിക്കുമായിരുന്നു. ഡ്രാമ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സന്ധ്യയാകുമ്പോൾ ഡ്രാമ കൂട്ടിയൊരു യോഗം പോലെയാണ്. എല്ലാവരും പാട്ട് പാടി, ശബ്ദം ഉയർത്തി പാട്ട് പാടി ഞങ്ങൾ ആരാധിക്കുമായിരുന്നു. പ്രൈസലോ. സ്തോത്രം. അങ്ങനെ ആരാധന സമയത്ത് മർത്തോമക്കാരുടെ ചുറ്റുപാടുള്ളവര് അവർ പറഞ്ഞു, സ്തോത്രം, ഇന്ന് ഇവിടെ ശക്തം കൊണ്ടെത്തിയാൽ ഞാൻ കേട്ടാം 10 മണിയായാലും നിർത്തുകയല്ലോ, ഞാൻ വയനാട്ടിൽ പറഞ്ഞ് ഇന്ന് ശക്തി ഉണ്ടെങ്കിൽ ഞങ്ങൾ കല്ലവർ കയറിയെന്ന് പറഞ്ഞു. അന്ന് സ്തോത്രം കൃപയാതി അത്ഭുതം ചെയ്തു. ഇവരെറിയും, നിശ്ചയമായിട്ട് എറിയും, എനിക്ക് നല്ല ഉറപ്പാണ്. പ്രൈസലോ. അങ്ങനെ ഒരു 3 മണിയായപ്പോൾ തിരുവല്ല സർക്കിൾ ഓഫീസ് ഒരു ഗോപിനാഥ് സാറ് എന്റെ വീട്ടിൽ വരികയാണ്. അദ്ദേഹം തളർന്നു കിടന്നു. തിരുവല്ല സർക്കിൾ ഓഫീസിന്റെ പോലീസ് കോട്ടേജിൽ തളർന്നു കിടക്കുമ്പോൾ ഞാനും വൈഫ് അവിടെ പോയി പ്രാർത്ഥിച്ചു. 3 ആഴ്ച അവിടെ പ്രാർത്ഥന വെച്ചു. ആ സാറ് പൂർണ്ണ സൗഖ്യമുള്ളതായി മാറി. പ്രൈസലോ. ഒരു മാനമോഷണ കേസ് പ്രതിയെ പിടിക്കാൻ ആ ദേശം വന്നപ്പോഴാണ് എന്നെ 2 വാങ്ങി കഴിച്ച് അദ്ദേഹം കയറി വരികപ്പോൾ ചുറ്റുമുള്ളത് വിചാരിച്ചു ഞാൻ കേസ് കൊടുത്തു. പോലീസ് വന്നുകൊണ്ട് നമുക്ക് അവരെ എറിയണ്ടെന്ന് തീരുമാനമെടുത്തു. അവർ പിന്മാറുവാനിടയെത്തുന്നു. പ്രൈസലോ. അങ്ങനെ കർത്താവ് അത്ഭുതം അവിടെയും ചെയ്യുവാനിടയെത്തുന്നു. പിന്നീട് അവസ്ഥ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലെ 3ാം നില പണിയാണ്. അമേരിക്ക അച്ഛയും വന്ന് പണി നടക്കുന്നില്ല. എന്റെ പ്ലാന് കരുതി തന്നു. അവസ്ഥയെ ഇത് വെച്ച് പ്രാർത്ഥിച്ച് തടസ്സമെന്നാണ് ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു. രാത്രിയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്നത്തെ വീട് ചെറുതാ, ഓരോ മണ്ണവിളക്കാണ്. അങ്ങനെ ഈ പ്ലാൻ വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
തുരുതുര കല്ല് വന്ന് വീഴുകയിനകത്തേക്ക്. ആരെന്ത് ശബ്ദമില്ല. നല്ല പോയി രാത്രി 1 മണിയായി. ഇത് ആരാ ഈ സമയത്ത് എറിയുന്നത്? ഞാൻ വളരെ ശാന്തമായിട്ടായി പ്ലാൻ വെച്ച് പ്രാർത്ഥിക്കുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കരച്ചിൽ വെള്ളമൊന്നുമില്ല. ഞങ്ങൾ കുഞ്ഞുങ്ങളെ കട്ടിലെ കീഴോട്ട് കയറ്റി കിടത്തി വായിട്ടും കൂടി ഞങ്ങൾ ഓരോ സ്ഥലത്ത് മാറി മാറുന്നു. അവസാനം എറിഞ്ഞവൻ തോറ്റുപോയി. ഞങ്ങള് ആ കല്ല് പെറുക്കി കൂട്ടി പ്രൈസലോ ഒരു കല്ലുണ്ട്. പ്രൈസ ഞാൻ തീരുമാനമെടുത്തു 30 ദിവസം ഈ കല്ലിന് ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കും. പ്രൈസലോ ആവേ ഒരു കൈ കല്ല് വരത്തില്ല. ആ വ്യക്തി ആരാധനം 30-ാം ദിവസം ഞങ്ങളുടെ കയ്യിൽ ബൈബിൾ വായിക്കണം ചോദിച്ചു വാങ്ങി. ആമേ അങ്ങനെ ഞങ്ങള് ആ 1 മണിയാകുമ്പോൾ എഴുന്നേക്കും. 2 മണി വരെ കല്ലിനെ കൈവച്ച് രണ്ടുപേരും മുഖ്യമന്ത്രിയോട് പ്രാർത്ഥിക്കും. കർത്താവ് ഈ കല്ലെടുത്തിന് വ്യക്തി ആരും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ ബൈബിൾ വായിക്കണം. ഇങ്ങനെ വാർച്ചു 30-ാം ദിവസം പുറകെ താമസിക്കുന്ന എന്റെ ജ്യേഷ്ഠം എന്ന് പറയുകയാണ്, എനിക്കൊരു ബൈബിൾ തരണം, ഞാൻ ഇന്നൊരു പള്ളിയിൽ പോവാം. വലിയ സംഭവം ഉണ്ടായി. ഇതൊരു പാറയുടെ കോളത്തിൽ പണിയാറൊന്നുമില്ലാത്ത സമയമായിരുന്നു. ഇദ്ദേഹം പണിയാറില്ലാത്തതുകൊണ്ട് ഒത്തിരി അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ഓരിക്കാർ വന്ന് വെള്ളം ഉണ്ടാക്കില്ല. ഇദ്ദേഹത്തിന് തമിഴ് പൊഴിച്ച് വെടിമരുന്ന് കൂട്ടിയിട്ട് പൊട്ടിച്ചു. അടുത്ത 50 കലമുള്ള 2 വീടങ്ങൾ നടന്നുപോയി. സ്ഥലത്തിന് ഉടമസ്ഥൻ പറഞ്ഞു, ഇനി ഇവിടെ പണിയണ്ട. പണി പോക്കായി. 29-ാം ദിവസം പാറയുടെ ബന്ധായി, പുള്ളിയുടെ ജോലി ബന്ധായി. 29-ാം തീയതി എന്റെ ബൈബിൾ വാങ്ങിച്ചു പോയി. ഞാനും പള്ളിയിൽ പോവാം. നമ്മൾക്ക് ഒത്തിരി അനുഭവങ്ങള് ജീവിതത്തിൽ ഉണ്ട് പറയുവാനായിട്ട്. ഒത്തിരി അനുഭവങ്ങളാണ്. അനുഭവത്തിൽ കൂടി തന്നെയാണ് കടന്നു വരുവാൻ ഇടയാറ്റുന്നത്. അവിടെ എല്ലാം ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെടുവാൻ ഇടയാറ്റുന്നു. അവന്റെ സമയം പോലെ എനിക്കറിയാം. അവയെ ഞാൻ എന്റെ ഒരു രാജസ്ഥാനില് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പം ഞാൻ നാട്ടിൽ വന്ന് പിള്ളാട് ചത്തുകൊണ്ട് ദേവാസന നിത്യരായിരിക്കുക. എല്ലാ പ്രാവശ്യവും പോയി വരുമ്പോഴൊക്കെ ദശാംശവും അദ്ദേഹത്തിന് കോയിൽകൊണ്ടും കൊണ്ടാ വരുന്നത്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ അടുത്താണ് പുൽപ്പറ്റിലാണ് സീറ്റ് ഇട്ട് തരുന്നത്. എപ്പോൾ ആയാലും ചെന്ന് കഴിഞ്ഞാൽ പ്രസംഗം 10 മിനിറ്റ് തരും. അന്ന് ഞാൻ പതിവ് പോലെ ഒരു ഓയിൽ കൊണ്ടും ഷർട്ടും ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ച് രാജസ്ഥാനിലെ പ്രചാരങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം കൊണ്ട് ഞായറാഴ്ച ചെല്ലുമ്പോൾ ആ ദേവാസികളെ കൈവത്ത് ഇങ്ങനെ കാണിച്ചനെ, ഇങ്ങനെ ഏറ്റവും പറയിപ്പിക്കാൻ ഞാൻ ഏറ്റവും പുറകെ പോയിരുന്നു. ഒരു പരാതിയുമില്ല. ആമേൻ. മീറ്റിംഗ് കഴിഞ്ഞ് സഭയെ കഴിഞ്ഞ കൊണ്ടുന്ന സാധനമെല്ലാം ക്ലാസ് കൊടുത്തു പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ പോകുന്നു. ഓഫീസിൽ വിളിച്ചു ചോദിച്ചു, ആമേൻ സന്നിപാസികളുടെ വാർത്ത കേൾക്കുന്നില്ല, നിങ്ങൾ ഏറ്റവും പറയിപ്പിച്ചിട്ട് എന്താ കാരണം പാസ്റ്റർമാരുടെ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. ഒന്നുമില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. അതിന് 3-ാമത്തെ പോയിട്ട് ബുധനാഴ്ച പ്രാർത്ഥനയിൽ ഒരു മർത്തോമ സഹോദരി കടന്നു വന്നു. അവർ കുഞ്ഞിനുവേണ്ടി പ്രാർത്ഥിച്ചു. സൗഖ്യമുണ്ടായി. അടുത്ത ആഴ്ചയിൽ ഒരു 4-5 മർത്തോമക്കാർ വന്നു. പിന്നെ കുറച്ച് 30 പേരായി. അങ്ങനെ വന്നപ്പോൾ മാർത്തോമായി അവരെ മുടക്കിയപ്പോൾ അവർ ചോദിച്ചു, മാസ്റ്ററെ ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞാൻ പറഞ്ഞത് ഏറ്റവും പുറകെ പോയി ഞാൻ പാസ്റ്റർ പറഞ്ഞ് ഞാൻ അനുസരിച്ചു. 3-ാമത്തെ ആഴ്ചയിൽ അന്ന് എന്റെ വീടിന്റെ അടുത്ത് ജംഗ്ഷനുണ്ട്. അവിടെ ഒരു ഹാള് വാടകയ്ക്ക് എടുത്തു. സമയം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അവയെ എന്നെ വായിക്കാൻ അങ്ങനെയാണ്. എന്നെ വിശ്വാസം എന്നെ ശുശ്രൂഷ കാഴ്ചതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. എവിടെയൊക്കെ അവൻ ആത്മീയതലത്തിൽ ഒരുപാട് മുറിവുകൾ ജീവിതത്തിൽ വന്നു, ഒത്തിരി വേദന വന്നു. ആമെ പ്രവർത്തന ഒത്തിരി കയ്പായ അനുഭവങ്ങള് ജീവിതത്തിൽ കടന്നു വന്നാൽ അവിടെ എല്ലാം ഒരു വാക്ക് ചോദിക്കാതെ ദൈവം എങ്ങോട്ട് അയക്കുന്നു അങ്ങോട്ട് പോകാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവം ആമേ സ്തോത്രം ഞങ്ങളെ മുന്നോട്ട് നിർത്തി. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, കർത്താവ് ആമേ എന്നെ ദോഹയ്ക്ക് അയച്ചു. ഒരു എഞ്ചിനീയർ, അവിടെയുള്ള ഒരു എഞ്ചിനീയർ മക്കളെ 7 വർഷം മക്കളെ ഒരു നാട്ടിൽ വന്നിട്ട് എന്നെ വിളിച്ചു, പാസ്റ്ററെ ഞങ്ങൾക്ക് 2 പ്രാതാരിശയുണ്ട്. എന്റെ ഭാര്യ BSc നേഴ്സാണ്. ആമേൻ സ്തോത്രം. അവൾക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല.
അമേരിക്കയിൽ പോകാൻ വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്, അത് പാസ്സാക്കണം, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം. ആ ഇന്റർവ്യൂവിൽ എറണാകുളത്തേക്ക് നമ്മൾ പോകുമ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു ചെയ്യാൻ പറഞ്ഞു ഒരു പെൺകുഞ്ഞിനെ ദാനം തരുമെന്ന് പറഞ്ഞു. ഒന്നല്ല 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. മൂത്തത് ദൈവം തരും, കുഞ്ഞിനെ കൂടി തരുമെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ പോയി ആ സ്തോത്രം ഇന്റർവ്യൂ കുട്ടി പാസ്സായി. അവർ ദോഹയിൽ ചെന്നു. എനിക്ക് പറഞ്ഞു വാക്കാണ്, ഞാൻ പാസ് 2 വീലർ വാങ്ങിച്ചു തരും, ഒരു വിഷയം തരും. അങ്ങനെ അവരൊരു പൈസ അയച്ചു വന്നു. ഞാൻ ആദ്യമായിട്ട് 2 വീലർ വാങ്ങിക്കുവാൻ ഇടയാക്കുന്നു. ദൈവം പറഞ്ഞ സമയമായപ്പോൾ സ്തോത്രം അവർക്കൊരു പെൺകുഞ്ഞിനെ കിട്ടി. ആ പെൺകുഞ്ഞ് ജനിച്ചാൽ 22-ാം ദിവസം ദോഹയിൽ ഇറങ്ങി. ആ സൗരം പറഞ്ഞ പോലെ ആ കുഞ്ഞിനെ ആദ്യമായി കൈവച്ച് പ്രാർത്ഥിച്ച് ഞാനാണ്. അങ്ങനെ അവരിപ്പോൾ അമേരിക്കയിലാണ്. അവരെ പറഞ്ഞൊരു 9 പ്രാവശ്യമെങ്കിലും എന്നെ ദോഹയിൽ ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തിയത് വലിയ ശുശ്രൂഷകൾ ആ രാജ്യങ്ങളിൽ ചെയ്യുവാൻ എനിക്ക് കൃപ തന്നു. അവിടുന്ന് കുവൈറ്റിൽ പോയി. കുവൈറ്റിൽ ജയിലിൽ കിടക്കുന്ന ഒരു സഹോദരന് അവന്റെ ജ്യേഷ്ഠ ഒരു പാസ്റ്ററാണ്. അബുദാബി അലൈനുള്ള അലൈൻ പന്തോസ്റ്റാച്ചിലെ പാസ്റ്ററാണ്. പാസ്റ്റർ എന്നും അന്യൻ കുവൈറ്റിൽ ജയിലിൽ കിടക്കുക. അവരുടെ പ്രാർത്ഥനകൾ പുറത്തു വന്നാൽ വിടുതലാകുമെന്ന് പറഞ്ഞു. അങ്ങനെ 30 ദിവസം ആ മകന് വേണ്ടി അന്യന് വേണ്ടി അലൈനി പന്തോസ്റ്റിൽ അബുദാബിയിൽ അലൈനിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചു. 3-ാം ദിവസം ആളിനെ പുറത്തു വിട്ടു. ബ്ലഡ് ഒന്നുമില്ലാതെ പുറത്തു വിട്ടു. ഞാൻ ഓർമ്മപ്പെടുത്തേ, അബുദാബിയിൽ നേരിട്ട് ഞാൻ 2006 ഡിസംബർ 3-ാം തീയതി കുവൈറ്റ് ഇറങ്ങുവാനിടയായി. 1 മാസം അവിടെ ഉപയോഗിക്കണ്ടേ. ഞാൻ ഓർമ്മപ്പെടുത്തിയത് സാരം ഹല്ലേലൂയ. ഒരു യഹോവയ്ക്ക് പ്രസംഗം തോന്നിയാൽ യഹോവ സ്ഥിരമാക്കുന്നു. സമയം മുന്നോട്ട് പോയി എനിക്ക് ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് ഉണ്ടോ? അങ്ങനെ സ്തോത്രം. കർത്താവ് വളരെ അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയായിരുന്നു. അതിനിടയ്ക്ക് ഒത്തിരി നഷ്ടങ്ങളും ഒക്കെ വന്നു. സ്തോത്രം. 9 പ്രാവശ്യം മസ്കറ്റ് നൽകിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു ഹിന്ദു സഹോദരൻ ഒരു സഹോദരനാണ് എന്നെ വിസ ഇറക്കിയത്. 2 മാസം ഞാൻ അവിടെ വിസ അവിടെ നിന്നു. സ്തോത്രം. അദ്ദേഹം കുറേശ്ശെ എന്നിൽ നിന്ന് പൈസ വാങ്ങിച്ചു. പോകുമ്പോ പോകാൻ തരാമെന്ന് പറഞ്ഞു. എന്നാൽ പോകാറായപ്പോൾ 2 ദിവസമായി മനുഷ്യനെ കാണണ്ട. അതൊരു വീട്ടിൽ താമസിക്കുന്നത്, കമ്പനിയിലോ മുകളിലാണ് താമസിക്കുന്നത്. എനിക്ക് വിസ തീരുക, ദൈവത്തെ കാണാനില്ല. സ്തോത്രം. ഏതാണ്ട് 4-5 ലക്ഷം രൂപ കയ്യിലായി. എന്റെ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പൈസയില്ല. ഞാൻ ജോലിക്കാണ്ട് ചോദിച്ചത് നിങ്ങളുടെ മാനേജ് ഞങ്ങൾ 2 ദിവസം കാണുന്നില്ല. സ്വിച്ച് ഓഫ്. 2 ഫോൺ സ്വിച്ച് ഓഫ്. അവിടെ ഞാൻ പോയില്ല. അടുത്ത ദിവസം 12 മണിയാകുമ്പോൾ എനിക്ക് കയറണം. ഞാൻ വെക്കാനുള്ള എഞ്ചിനീയറെ കണ്ടു. എന്റെ വിസ ബോംബെയിലേക്ക് റൂട്ട് ചെയ്ത് ഞാൻ വീണ്ടും ബോംബെ വന്നു. 2 മാസം ഇവിടെ നിന്ന് മീറ്റിംഗ് എടുത്തു. ദൈവം ഒരു 10-20,000 രൂപ എനിക്ക് ഇവിടെ കിട്ടി. അപ്പോഴാണ് വീണ്ടും എനിക്ക് ഞാൻ വീണ്ടും ദോഹയിൽ ഇറങ്ങി. ദോഹയിൽ 2 മാസം മീറ്റിംഗ് കഴിഞ്ഞ് നാട്ടിലെല്ലാവരും പറഞ്ഞത് 6 മാസമായിട്ട് മനുഷ്യൻ നമ്മൾ കേൾക്കില്ല. പക്ഷേ സത്യദൈവം അറിയാം. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഞാൻ നാട്ടിൽ വന്നൊരു 40 ദിവസം ദോഹയിൽ എനിക്ക് ലഭിച്ച പണം 40 ഉപവാസം ഇട്ടു. പോസ്റ്ററൊക്കെ അടിച്ചു. ആ പണം മുഴുവനും, ആ സമ്പത്ത് മുഴുവനും ആ ഉപവാസ പണം ചെലവഴിച്ചു. ഒരുപാട് ദേവദാസന്മാർ വിടുതലുണ്ടായി, ഒരുപാട് വിടുതലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഉപവാസ പ്രാർത്ഥന 39 ദിവസം എന്നെ മസ്കറ്റിൽ ബ്രദർ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ ചതിച്ച ബ്രദറിനെ അറബി കുടുംബവസ്ത്രത്തോടുകൂടി എയർപോർട്ടിൽ കയറ്റി അവന്റെ പാസ്പോർട്ട് ബ്ലോക്ക് ചെയ്ത് അവനെ കയറ്റി വിട്ടിരിക്കുന്നു. ഒരിക്കലും അവന് ഈ രാജ്യത്തിൽ വരാൻ പറ്റത്തില്ല എന്ന് പറയുവാനിടയായി. ഞാന് അടുത്ത ദിവസം ചിഹ്നത്തിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ചോദിക്കുക, നിങ്ങളാരാ? നിങ്ങളെ അറിയത്തില്ലെന്നോ? നിങ്ങളുടെ പേരെന്തുവാ?
പ്രൈസലോ നോക്കുക. പ്രൈസലോ അങ്ങനെ ഒത്തിരി ചതിവുകൾ ആത്മീയ കോളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രൈസലോ ആരെ വിശ്വസിക്കുന്ന കാലത്ത് പ്രൈസലോ ആമേ സ്തോത്രം അങ്ങനെ അങ്ങനെ ചതിവ് വന്നിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ ഒത്തിരി ആമേ ഭാരങ്ങള് ഉളവാക്കിയിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഞങ്ങള് സ്തോത്രം ആദ്യകാലങ്ങളിൽ ഞങ്ങൾ പരസ്യങ്ങളും ഭവന സന്ദർശനങ്ങളുമായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ഒരു TPM-കാരന്റെ വീടാണ്. അവിടുത്തെ സഹോദരിയെ ചങ്ങലയിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു. അവരെ TPM കൺവെൻഷൻ വെച്ച് ആ ഡ്രസ്സെല്ലാം വലിച്ചെറിഞ്ഞ് അന്ന് പ്രാന്തിയായിട്ട് കൊണ്ടിട്ടിരിക്കുകയാണ്. മെഡിസിൻ ഒന്നും പറ്റുന്നില്ല. അവിടെ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, നിയോഗമുണ്ടായി. ഒരു 7 ആഴ്ച ഞങ്ങൾ പ്രാർത്ഥന വെച്ചു. അന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചു മടങ്ങി വന്നു. ആമേ സ്തോത്രം. 7ാമത്തെ ആഴ്ചയിൽ 3 ദിവസത്തെ പ്രാർത്ഥന അടുപ്പിച്ചു വെച്ചു. അങ്ങനെ സ്തോത്രം ആ പ്രാർത്ഥനയുടെ 3ാമത്തെ ആഴ്ചയിൽ ആ ചങ്ങല അഴിച്ചു മാറ്റി. ആ ഉപവാസ പ്രാർത്ഥന പൂർത്തീകരിക്കപ്പെട്ടു. ആ മകൾ അവരുടെ പേര് സാരി എന്ന് ഒരു നല്ല സുവിശേഷ പ്രവർത്തകയായി ഉള്ളരിങ്ങാട് സ്ഥലത്ത് ആമേ കർത്താവിന് മലപ്പുറം ജില്ലയിൽ കർത്താവിന് വേല ചെയ്യുന്നു. കർത്താവിന്റെ ഒരു വിടുതല കാണാൻ വേണ്ടിയായിട്ട് 2004 എന്റെ വീട്ടിൽ ആമേ സ്തോത്രം മാനസിക രോഗങ്ങളാലും ഭ്രാന്തി പിടിക്കപ്പെട്ട ധാരാളം പേരെ കൊണ്ടുവന്ന് ജനലിൽ കെട്ടിയിടുമായിരുന്നു. എന്നാൽ അവരൊക്കെ ആ കാലഘട്ടങ്ങളിൽ സമ്പൂർണമായ സൗഖ്യം പ്രാപിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. ദൈവം അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീർന്നു. ഒരിക്കൽ ഞാൻ എന്റെ വീട്ടില് ഇങ്ങനെ വിശ്രമിക്കാനായിട്ട് എന്റെ വൈഫിനോട് പറഞ്ഞു, എന്നെ വിളിക്കരുതെന്ന്, ഇതെന്റെ ക്ഷീണമുണ്ട്, ഞാൻ ഉറങ്ങാൻ പോവാ. എന്റെ ഫോണിലെ സ്വിച്ച് ഓഫ് ചെയ്ത് റൂം അടച്ച് ഞാൻ കിടക്കുക. ഒരു 3:30 ആയപ്പോൾ എന്റെ തൊണ്ടയ്ക്ക് ഒരു അടി. ഞാൻ ചാടി എഴുന്നേറ്റാണ്, ആരെയും കാണുന്നില്ല. ഞാൻ വീട്ടിൽ കിടന്നു. 2ാമത് അടി അടിച്ചവൻ, നീ വേഗം കോഴഞ്ചേരി ഗവൺമെന്റ് പോകാന്ന് പറഞ്ഞു. സ്തോത്രം. 2ാമത്തെ പ്രാവശ്യം സംസാരിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ചെന്ന് ഇങ്ങനെ കുളിച്ച് ഫ്രഷായി ഞാൻ ഡ്രസ്സ് മാറുമ്പോ എന്റെ വൈബ് രാവിലെ നാസ്തയിരിക്കുന്നു, ഉച്ചക്കത്തെ ഭക്ഷണത്തെ ടേബിളിൽ ഇരിക്കുന്നു. എങ്ങോട്ട് പോവാം? ഞാൻ പറഞ്ഞ കോഴഞ്ചേരി ഗവൺമെന്റ് ആശുപത്രി പോവാന്ന് പറഞ്ഞു. 10 കിലോമീറ്റർ ഉള്ളിലേക്ക്. അവൾ പറഞ്ഞു ഞാനും വരുന്നു. ഞാൻ പറഞ്ഞ വേഗം വരുന്നു, പെട്ടെന്ന് പോകാന്ന് പറഞ്ഞു. പെട്ടെന്ന് പോയി കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിരിക്കാം. അവിടെ ചെന്നു. കോഴഞ്ചേരി ഗവൺമെന്റ് ആശുപത്രി 5-6 ജനറുവാർഡുകൾ കയറി ഇറങ്ങി ഞങ്ങൾ പ്രാർത്ഥിക്കുക, രഗുലർ കൊടുക്കുക. എന്നൊരു പിടി കിട്ടുന്നില്ല. 6 മണി കുഞ്ഞുങ്ങൾ വന്ന് സിറ്റൗട്ടിൽ ഇരിക്കുക, റൂം തുറക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ കണ്ണിക്കണ്ട് നോക്കി പറഞ്ഞു, അങ്ങനെ നമുക്ക് പോയേക്കാം, കുഞ്ഞുങ്ങളെ വിളിക്കല്ലേ എന്ന് പറഞ്ഞു. എന്തിനാ നീ വായിച്ചൊന്നും പിടിയില്ല. ഞങ്ങൾ ഗേറ്റിൽ വരുമ്പോൾ ഒരു പാസ്റ്റർ അവന്റെ കൈക്ക് പിടിച്ചു. പാസ്റ്ററെ, അപ്പുറത്തെ വാർഡ് വരെ പ്രാർത്ഥിച്ചു പോയി. ഈ വാർഡിൽ വന്ന എന്റെ ഭാര്യ ഇവിടെ കിടപ്പുണ്ട്, ഒരു വാക്ക് പാസ്റ്റർ. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ നാളെ ഞാൻ പോകണം. ഇല്ല, പറ്റുകയില്ല. ആ മനുഷ്യനെ പരിച്ചോട് പോയി. ഞങ്ങൾ അവിടെ ചെന്നു. 16 ബെഡ് ആ വാർഡിൽ കിടപ്പുണ്ട്. ഈ സഹോദരൻ 55 വയസ്സുണ്ട്. ദേവദാസിക്ക് ഷുഗറാണ് രോഗം, മറ്റു യാതൊരു പ്രശ്നമില്ല. ഭർത്താവൊക്കെ പറഞ്ഞു. സ്തോത്രം. ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കട്ടെ, ഞങ്ങൾ പോവാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടുന്ന് ഞാൻ ഒരു പാട്ട് പാടി. എന്റെ മഹത്വം കാണുക നീ, എന്റെ കൈ തരിക നിന്നെ, എന്റെ ശക്തി ഞാൻ ഇനി പകർന്നു. ആ ഒരു പാട്ട് ഞങ്ങൾ പാടി. 2 പ്രാവശ്യം എടുത്ത് പാടി. ഇച്ചിരി ഒച്ചത്തിലാ പാടിയത്. ഡോക്ടർമാർ, നഴ്സുമാരും പാടി കിടത്തുന്ന എല്ലാവരും വലിയ ജനക്കൂട്ടം ഇങ്ങനെ ഞങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുക. അന്യഭാഷ ആരാധന 116 സംഗീതം വായിച്ചു. അവിടെ ഇങ്ങനെയുണ്ട്, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ആമേൻ. ആ സമയത്ത് സഹോദരി സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ച അവസാനം ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവിന്റെ പുത്രനെ പരിശുദ്ധനാമത്തിൽ ഈ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് അതേവാസി മാറ്റപ്പെടുകയാണ്. ഒരു ശുശ്രൂഷ, അന്ത്യകാല ശുശ്രൂഷ ആ ദേവദാസ് ചെയ്യാൻ വേണ്ടിയാണ് 3:30 മണിക്ക് കർത്താവ് എഴുന്നേൽപ്പിച്ച് എന്നെ അവിടെ കഴിച്ചത്.
അന്ന് രാത്രി അധിവാസം പറഞ്ഞ് പക്ഷേ ഞങ്ങൾക്ക് മോർച്ചറി വെക്കുന്നു, നാളെ തന്നെ അടയ്ക്കുകയാണ്, മക്കളൊക്കെ ജോലിക്ക് പോയി അവർ വരും, അതുകൊണ്ട് പാസ്റ്റർ എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് ആമീൻ അവിടെ റിപ്പോർട്ടിൽ എഴുതി വാങ്ങിച്ച് ഓസ്ട്രേലിയ ആംബുലൻസ് ഞങ്ങൾ മേത്താന്ന് പറഞ്ഞ ചാലപ്പള്ളി മേത്താന സ്ഥലത്ത് ബോഡി കൊണ്ട് ഇറക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ രാത്രി 11 മണിയായിരുന്നു. കുഞ്ഞുങ്ങളെ അടുത്ത വീട്ടിൽ പോയി ഇരിക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തിയത് ദൈവത്തിന് വെളിപ്പാടുകളും ദർശനങ്ങളും ഇന്നുമുണ്ട്. ആമേ, ഇന്നും ആ ശുശ്രൂഷയ്ക്ക് ഭംഗം വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം. എന്റെ പിതാവ് വാർദ്ധക്യമാണ് മരിച്ചത്. 90-99 വയസ്സാണ് മരിക്കുന്നത്. ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആമി വീട് വിട്ട് ഇറങ്ങുമ്പോൾ എന്റെ പുറയിൽ അന്യരാഷ്ട്രീയ വീട് അദ്ദേഹം ഇവിടുന്ന് വിളിച്ചു പറയും, അവൻ പോകുന്ന കണ്ടോ, അവൻ അവിടെ ഇറച്ചിയുണ്ട്, വീനുണ്ട്, എല്ലാം ഉണ്ട്, പട്ടിന്റെ കാലമാണ്, പ്രൈസലോ, എല്ലാം ഉണ്ട്. ഇവൻ അപ്പൻ എന്തോ കൊടുക്കും, പ്രൈസലോ. അപ്പൻ ഇവൻ മരിച്ചു കഴിഞ്ഞാൽ ഇവൻ എവിടാണ് തപ്പിയെടുക്കുന്നത്, ഇവൻ എങ്ങനെ അറിയിക്കും, ആരറിയിക്കും, ഇവൻ എപ്പം വരും എന്നൊക്കെ പറഞ്ഞ ഉച്ചത്തിലാണ് പറയുന്നത്. പ്രൈസലോ, ഇത് കേട്ടോണ്ടാണ് ഞാൻ പോകുന്നത്. ഞാനപ്പം നെഞ്ചത്തെ കർത്താവേ മടങ്ങി വരുമ്പോൾ അപ്പനൊന്ന് കുഴപ്പമില്ലാക്കില്ലേ എന്ന് പറഞ്ഞിട്ട് പോകും. പ്രൈസലോ, ഞാൻ 92 ആമേ സ്തോത്രം, ആമേ ഹല്ലേലൂയ. 97 പുതുവർഷം കഴിഞ്ഞ് 97 97 ഞാനും ആമേ കരുനാഗപ്പള്ളി ഓളത്തോട് ഏജ് സഭയിൽ 5 ദിവസത്തെ മീറ്റിംഗിന് പോയ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസലോ, ഉച്ച സമയമായപ്പോൾ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞു, നീ വേഗം വീട്ടിൽ പോകാൻ പറഞ്ഞു. പ്രൈസലോ, ഞാൻ പറഞ്ഞു, പാസ്റ്ററേ എന്റെ പിതാവ് വളരെ വാർദ്ധക്യത്തിൽ കിടക്കുക, എന്താണെന്നറിയത്തില്ല, ദൈവം വരെ പോകാൻ പറഞ്ഞു. ഞാൻ പോവുകയാണ്, മറ്റ് ആരെങ്കിലും ക്രമീകരിച്ചെന്ന് പറഞ്ഞു. പ്രൈസലോ, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഞാൻ ജനിച്ചു വരുമ്പോൾ ചായക്കട കയറി 2 ബോണ്ട 3 ബോണ്ട വാങ്ങിക്കും. പ്രൈസലോ, എന്നിട്ട് ആമീൻ അപ്പച്ചൻ്റെ അടുത്തിരിക്കും, കുഞ്ഞുങ്ങളെ ഇടം മല വരുത്തും. ഈ 3 പേർക്ക് ഞാൻ ഈ ബോണ്ട മുറിച്ച് കൊടുക്കും. പ്രൈസലോ, സുഖമാണോ ഒക്കെ പറയും. അന്ന് ഞാൻ വന്നപ്പോ അപ്പന് കുഴപ്പമൊന്നും, അപ്പച്ചൻ സുഖമായിട്ട് കിടക്കുന്നു, വീട്ടിൽ വിളിച്ചപ്പോ കുഴപ്പമില്ല. ഞാൻ എവിടെ പോയാലും രാത്രി 2 മണിക്ക് മുന്നിൽ വരുമ്പോഴും എന്റെ സീറ്റ് ഔട്ട് ഇങ്ങനെ അപ്പച്ചന്റെ പാത്രം ചൂണ്ടിങ്ങനെ ഇരിക്കും, എന്നെ കാത്തു. താഴെയാകുമ്പോ കുഞ്ഞുങ്ങളെ കാണാൻ സ്കൂളിൽ നിന്ന് വരാൻ താമസിച്ചിട്ട് അപ്പച്ചൻ ഇങ്ങനെ റോഡ് കൂടെ ഇങ്ങനെ അങ്ങനെ നടക്കുക. കാരണം എന്താ, കുഞ്ഞുങ്ങളെ കാണുന്നില്ല. അങ്ങനെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സ്നേഹിച്ച അപ്പച്ചൻ. പ്രൈസലോ, അന്ന് രാത്രി ഞാൻ കൊണ്ടുവന്ന് ബ്രെഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് ചായ മുക്കി കൊടുത്തു. പ്രൈസലോ, എന്റെ ഉള്ളിൽ തോന്നി. പ്രൈസലോ, മണ്ണവിടെ കാണാൻ ഞാൻ പറഞ്ഞില്ല, കറണ്ടൊന്നും ആ വഴി വന്നിട്ടില്ല. പ്രൈസലോ, ഒരു പെട്രോൾ മാസ് വാടകയ്ക്ക് എടുത്ത് മണ്ണ നിറച്ച് കത്തിച്ചു. കട്ട കിട്ടും പാവിരിച്ചു. പ്രൈസലോ, എന്റെ സഹോദരന്മാരെ എല്ലാം വിവരം അറിയിച്ചു. അവരെല്ലാം വന്നു. എല്ലാവരും കണ്ടപ്പോ അപ്പച്ചൻ ചോദിക്കാ, ബാബു വന്നോടാ, പുറത്തൊരു പേര് ചോദിച്ചു. എല്ലാവരും വിളിച്ച് സംസാരിച്ചു. ഇവര് പറഞ്ഞു, അവന്റെ ഒരു ആഗ്രഹം കണ്ടോ, അപ്പൻ ചത്തു കാണുന്ന ആഗ്രഹം, ചെറിയ ആഗ്രഹമാണെന്ന് പറഞ്ഞ് അവരെല്ലാം പോയി. എന്റെ അമ്മയും എന്റെ അനുജനും ഇവരോട്ടൊക്കെ മാറിപ്പോയി രാത്രി. എന്റെ മർത്തോമാരെ അച്ഛന്റെ അമ്മ ഇന്ന് നിത്യയിലുള്ള അമ്മ ഞങ്ങളുടെ കൂടെ ഇരുന്നു. ഞങ്ങൾ പ്രത്യാശ പാട്ട് പാടി. സിസ്റ്ററെ, ഞങ്ങൾ പ്രത്യാശ പാട്ട് പാടി. പ്രൈസലോ, രാത്രി 1:30 എന്റെ അപ്പം പറഞ്ഞു, മോനെ എന്റെ ദേഹത്തൊക്കെ ഒരു വേദന ഉണ്ട് കേട്ടോ. പ്രൈസ, ഞാൻ ചോദിച്ച അപ്പിച്ച മരിക്കുന്നതിന് ഭയം ഇല്ല, എനിക്കൊരു ഭയവുമില്ല. പ്രൈസലോ, വീണ്ടും പ്രാർത്ഥിച്ച് നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. 2:30 പ്രൈസലോ, എനിക്ക് നിയോഗം കിട്ടി. ഈ പറഞ്ഞ പോലെ 116 സംഗീതം വായിച്ചു. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ എന്റെ ഭാര്യ ആമേ സ്കൂളിൽ വെള്ളം കൊടുത്തു. എന്റെ കുഞ്ഞുങ്ങൾ 2 പേരും വെള്ളം കൊടുത്തു. ഞാൻ സംഗീതം വായിച്ചു, പ്രാർത്ഥിച്ചു. പിതാവിന്റെ പുത്രനെ പരിശുദ്ധാമത്തിൽ ഈ ആത്മാവിൽ സ്വീകരിക്കുന്നു പ്രാർത്ഥിച്ച് എന്റെ പിതാവ് ലോകം വിട്ട് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു നല്ല അന്ത്യം, എന്റെ പിതാവിന്റെ അന്ത്യം കാണുവാൻ എന്റെ ഭാര്യയുടെ നിലവിളി കേട്ട എന്റെ ചുറ്റുമുള്ള സഹോദരന്മാരും എന്റെ മാതാവ് ഓടി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്റെ സഹോദരന്മാർ പറഞ്ഞു, ഇനി അപ്പം മരിച്ചാൽ ഇനി പട്ടി അടക്കുന്ന പോലെ ദൈവം എനിക്ക് ഒരു ബാങ്കിൽ ഒരു ഡിപ്പോസിറ്റ് അപ്പച്ചന് വിട്ടിരുന്നു. അപ്പച്ചൻ മരിച്ച് വ്യാഴാഴ്ച ബാങ്കെല്ലാം മതി, വെള്ളിയാഴ്ച അടക്കമാണ്. പ്രൈസ് ദി ലോർഡ്.
ഒരു പൈസ ബാങ്കിൽ കിടക്കുക എന്ത് ചെയ്യും? അവർ പറഞ്ഞ പോലെ സംഭവിക്കുമോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. ആമേൻ. തൊട്ടടുത്ത താഴെ പത്മവല അമ്മച്ചിയുണ്ട്. കാര്യങ്ങളൊക്കെ എങ്ങനെ? നമ്മൾ സംഭവം ഇങ്ങനെയാണ്, ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞ് അടുത്ത വേലക്കാരുടെ ആമേ സ്തോത്രം ആവശ്യമുള്ള പണം വന്നു. എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. ബാൻഡ് മേളത്തോടുകൂടി ബാൻഡ് മേളത്തോടുകൂടി 5 വാഹനത്തില് 97 സംഭവം പറയുന്നത് വയനാട് വെള്ളിക്കലുള്ള ചർച്ചകൂട് സെമിത്തേരിയിൽ എന്റെ പിതാവിനെ അടക്കം ചെയ്യാൻ നേരത്തെ എന്നോട് പറഞ്ഞ മൂത്ത സഹോദരൻ ദൂരെ ഒരു ജോലിക്ക് ചിറ്റാർത്തോട് ഒത്തിരി ദൂരമാ. മൂത്ത മോൻ നന്ന വരിക്കാൻ അന്ന് ഫോൺ സംവിധാനം വരുന്നോ അന്ന് അദ്ദേഹം മോൻ പോയിരിക്കുക. അവനെ വിളിച്ചോണ്ടിരിക്കാൻ ഈ ജ്യേഷ്ഠന് വേണ്ടി സെമിത്തേരിയിൽ പെട്രോൾ മാസ് കത്തിച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ജ്യേഷ്ഠനെ കാത്തിരുന്നു. 5 മണിക്ക് അടക്കം വെച്ച അടക്കം വിശ്വാസത്തിന്റെ പാസ്റ്റ് ഞങ്ങൾ മാത്രം നിന്ന് 7 മണിയായപ്പോഴാ ഈ സഹോദരൻ വന്ന് അപ്പനെ കാണുന്നത്. അവൻ പറഞ്ഞൊരു കാര്യമാണ്, നീ അപ്പന്റെ പട്ട വന്നേ കാണത്തുള്ളൂ, നീ അപ്പനെ കാണത്തില്ല. 2 അഥവാ നീ ഉണ്ടെങ്കിൽ പട്ടിയെ പോലെ ഉപയോഗിച്ചെടുത്തുള്ളൂ. അവർ കണ്ടു ലക്ഷിക്കുവാൻ നന്മയ്ക്കൊരടയാളം ദൈവം തന്നു. അവർക്ക് നോക്കിയ മുഖം പ്രകാശരായി. അവർ ഒരു നാൾ ലക്ഷിച്ചു പോകത്തില്ല. ഈ വചനത്തൊക്കെ ജീവനും ചൈതന്യവും ശക്തിയുമുണ്ട്. എന്റെ അനുഭവമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. കർത്താവിന്റെ കരം എല്ലാ മേഖലകളിലും എനിക്ക് അനുകൂലമായിരുന്നു. എന്റെ സഹോദരി വിഭാഗം, മകളുടെ വിഭാഗം ഒരു ഞായറാഴ്ച പകലാ വെച്ചിരിക്കുന്നത്. എൻഗേജ്മെന്റ് ഞായറാഴ്ചയാ. എന്റെ സഹോദരി വന്ന് പറഞ്ഞു, നീ കല്യാണത്തിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാമേ ഞായറാഴ്ച ഞങ്ങളെ സമയം സങ്കീർത്തനമായി സമയം 11 മണി എന്നൊക്കെ പറയുന്നത്. അപ്പം എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇനി തലേദിവസം വരാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം, അല്ലെങ്കിൽ 6 കഴിഞ്ഞിട്ടാണ് ഞാൻ വരാം. പറഞ്ഞ നീ ആ സമയത്ത് വന്നിട്ട് വരണ്ട, മാത്രമല്ല പുറത്ത് ചെന്നൊരു ചെടിയുടെ കമ്പൊടിച്ചിട്ട് എന്റെ മുമ്പിൽ ഇങ്ങനെ പിരിച്ചൊടിച്ച് താഴിട്ട് പറഞ്ഞു, നമ്മളെ ബന്ധം വിട്ടു. ഞാൻ പറഞ്ഞ അമ്മാമേ, ഇന്ത്യ മുഴുവനും വിദേശ രാജ്യങ്ങളൊക്കെ എന്റെ അമ്മ പ്രസവിക്കാത്ത ഒരുപാട് സൗകര്യമാർ എനിക്ക് തന്നിട്ടുണ്ട്. ജഡത്തില് സൗകര്യം നഷ്ടപ്പെട്ടാൽ എനിക്ക് ഭാരമില്ല. ആത്മാവിൽ ധാരാളം സൗകര്യമാർ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അമ്മാമയെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. 2 വർഷം കഴിഞ്ഞ് ഈ അമ്മാമയെ ഞങ്ങൾ കണ്ടു. സ്ഥലത്ത് വെച്ച് മാമയെന്ന് വിളിച്ചപ്പോ കലച്ചുള്ളി അങ്ങ് പോയി. ആമയെ ചില വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വരുമ്പോ എന്റെ സിറ്റൗട്ടിൽ എന്റെ പെങ്ങളിരിക്കുകയാണ്. എന്റെ മൂത്ത പെങ്ങള 9 പേരിൽ മൂത്ത ആളാണ്. ഞാൻ ദൂരെ കണ്ടപ്പോഴാണ് എന്റെ സൗകര്യം. ഞാൻ കയറി വരുമ്പോ എന്റെ വാതിൽ നിശ്ചിട്ടെന്ന് പറഞ്ഞ എന്റെ കുഞ്ഞെ എന്റെ തല കൈ ഒന്ന് വെച്ച് നീ പ്രാർത്ഥിച്ചാവുന്നിട്ട് കയറിയാൽ മതി, എനിക്കൊരു സമാധാനമില്ല. എന്റെ സൗകര്യത്തെ കൈ പിടിച്ച് കുടിക്കാത്ത കയറ്റി. 1 മണിക്ക് അങ്ങോട്ട് വന്നത് 7 മണി വരെ കാത്തിരിക്കുക. ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ചു, സുഖമായി ഉറങ്ങി. രാവിലെ പറഞ്ഞ മോനെ 2 വർഷം ഉണങ്ങിയിട്ട് തുടക്കം വരുന്നില്ല. ആമേൻ, സ്തോത്രം. ഞാൻ ഇന്ന് സുഖമായി ഉറങ്ങി. ഇന്നുവരെ ആ ബന്ധം നിൽക്കുക. മാമയും ആമയും ഒരു ബന്ധുക്കോസ് സഭയിൽ ചേർന്ന് ദൈവത്തെ ആരാധന. മക്കളൊന്നും വന്നില്ലെങ്കിലും അമ്മാമ ദിവസത്തിന് വിശ്വത്തോടെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെ എതിരായി നിന്ന ഓരോ സഹോദരങ്ങളെയും ഒന്നൊന്നായി ദൈവം വിളിക്കുവാൻ. എന്റെ ഒരു സഹോദരൻ വലിയ മന്ത്രവാദിയായി. പുള്ളിക്ക് രാത്രി ജോലി, പകലുറങ്ങണം. രാത്രി ഇങ്ങനെ ഓരോ വീടുകളിൽ മന്ത്രവാദി ആൾക്കാർ കൂട്ടിക്കൊണ്ട് പോവുകയാ. ഞാൻ പറഞ്ഞ കൂട്ടുകൊണ്ട് പോകാൻ സമയത്ത് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു മുറി ഇപ്പോൾ പൂജാമുറിയായിട്ടൊക്കെ വെച്ചേക്കുക. 101 ദിവസം വ്രതമാണ് എടുക്കുക. എന്താ ഞങ്ങള് അവരെ കാൽക്ക് പിടിക്കണം, അവരെ കാല് പിടിക്കണം, അവന്റെ ദൈവത്തെ ഞങ്ങൾ സ്വീകരിക്കണം, അല്ലെ അവന്റെ മന്ത്രം ഞങ്ങൾ സ്വീകരിക്കണം. ഞാൻ വലിയ കർത്താവെ അവന്റെ ദൈവങ്ങൾ, അവന്റെ മൂർത്തികൾ, എന്താണ് മന്ത്രവാദത്തിന്റെ ഗുരുക്കൾ എന്താണ് പ്രസാദിക്കാൻ വരുമ്പോ പിച്ചാത്തി എടുത്ത് കൈയുടെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി പീഠത്തിലേക്ക് ഇങ്ങനെ വിളിക്കും. അങ്ങനെയാണ് ചെയ്തത്. പ്രാകൃത
ഒരു വ്യക്തിയാണ്. 101 ദിവസം തീരുമാനം എടുത്തിരിക്കുക, എടുത്തിരിക്കുക. ഒരു മുറി മൊത്തം പുള്ളി കൈയടക്കി വെച്ചേക്കുക. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളിത് പ്രാർത്ഥിച്ചു, പ്രൈസ് ദി ലോർഡ്, ശക്തമായി പ്രാർത്ഥിച്ചു, പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഒരു 3-ാം ദിവസം 2 പോലീസുകാർ പുള്ളിയെ പിടിക്കാനായിട്ട് ഏതോ ഒരു കേസിൽ പിടിക്കപ്പെട്ടു. വീടിന്റെ പുറത്തെ വാതിൽ കൂടെ ഓടി പുള്ളി പോയി. ഇവിടെ മന്ത്രം കഴിഞ്ഞ് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് എന്റെ വിവാഹത്തിനാണ് പുള്ളി എന്റെ നാട്ടിൽ കയറി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ഓർമ്മപ്പെടുത്തേ, ഇന്ന് ആ സഹോദരൻ തർക്കോട് സഭയിലെ കുടുംബം 3 മക്കളടക്കം ഭാര്യയടക്കം ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് വളരെ അത്ഭുതങ്ങൾ എന്റെ കുടുംബത്തിൽ ചെയ്യുവാൻ ഇടയായിരുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രൈസ് ദി ലോർഡ്, സ്വന്തം ഭവനമാണ് എനിക്ക് ഏറ്റവും പ്രതികൂലമാണ്. ആമേൻ. എന്റെ നാട്ടിൽ നല്ലൊരു സാക്ഷ്യം ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവാഭിഷേകത്തിലും വളരെ അത്ഭുതകരമായി ദൈവം നടത്തുവാൻ ഇടയായിരുന്നു. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തൊട്ട് വരുമ്പോഴും ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയായിരുന്നു, ഞങ്ങളുടെ പ്രാർത്ഥന വർദ്ധിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ വൈഫിന് ഒരു ഓപ്പറേഷൻ, പ്രൈസ് ദി ലോർഡ്, യൂട്രസ് റിമൂവ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. 5 രൂപ കാശ് എടുക്കാനില്ല. പ്രൈസ് ദി ലോർഡ്. ഹോമിയോയിൽ കൊണ്ട് കാണിച്ചു. 6 മാസത്തെ മരുന്ന് കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞു. 50 രൂപയുള്ളൂ. ഇത്ര ചിലവർ കാൻ നടക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഒന്നിനൊന്നിന് വിഷയം മൂർച്ഛിച്ച് വരിക. ഞങ്ങൾ 21 ദിവസം ഉപവസിക്കുക. ആരും വിഷയം പറഞ്ഞില്ല. ഞങ്ങൾ എനിക്ക് ഒരുപാട് പ്രാർത്ഥന വന്നിട്ടുണ്ട്. അന്ന് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ കോട്ടയത്ത് ദൈവദാസൻ ഈ പ്രാർത്ഥന അറിഞ്ഞുകൊണ്ട് വീട്ടിൽ അദ്ദേഹം പതിന് ശുശ്രൂഷിക്കുമ്പോൾ കസരയിലിരിക്കുന്ന എന്റെ ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ട്, എന്റെ ഭാര്യയാണെന്നും അദ്ദേഹം അറിയത്തില്ല, കൈവച്ച് പറഞ്ഞു, ഒരു മേജർ ഓപ്പറേഷന് വിധേയമാകാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിന് വേണ്ട എല്ലാ സാമ്പത്തികവും തക്ക സമയത്ത് ഒരുക്കി തരുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഞങ്ങൾ 2 വിഷയം വെച്ചു. ഒന്നുകിൽ ഓപ്പറേഷൻ ജീവിതമാണെങ്കിൽ, അല്ലെങ്കിൽ സൗഖ്യം. ഈ 2 വിഷയമാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് സൗഖ്യമെന്നത് ഏറ്റവും നല്ലത്. അല്ല, കത്തി വെക്കണമെങ്കിൽ ദൈവമായിരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ ദൂത് പറഞ്ഞത്. ഉപവാസം പൂർത്തീകരിച്ച ഞങ്ങൾ സായിപ്പിനെ ഹോസ്പിറ്റലിൽ കൊണ്ടിരുമ്പോ ആമേൻ. സ്തോത്രം. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഉള്ളു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, പാസ്റ്ററെ ആകെ കുളമായി കിടക്കുക, ഓപ്പറേഷൻ ചെയ്ത് പറ്റൂ, റിമൂവ് ചെയ്യണം, എന്നാലേ പറ്റത്തുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ചെറുപ്പമാണല്ലോ, ഒത്തിരി ആരോഗ്യമുള്ളതുകൊണ്ട് ഇപ്പം ചെയ്യാം എന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. ആ ഡോക്ടർ പറയാണ്, പ്രൈസ് ദി ലോർഡ്, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വാർഡ് കിടത്താൻ പറ്റത്തില്ല, റൂം വേണം. എനിക്ക് ഒരു റൂമിൽ ഹോസ്പിറ്റലുണ്ട്, ആ റൂമിൽ ഞാൻ കിടത്താം. പ്രൈസ് ദി ലോർഡ്. 2 പ്രൈസ് ദി ലോർഡ്, ബ്ലഡ് വേണം. പക്ഷേ ഈ സൗകര്യ ബ്ലഡ് ഉണ്ട്, ഞാൻ അത് ഉപയോഗിച്ചോളാം, പുറത്ത് ബ്ലഡ് എടുക്കണ്ട. പിന്നെ 3, ഏറ്റവും വില കൂടിയ മരുന്നെല്ലാം ഞാൻ തരും, അതിന്റെ പൈസ തരണ്ട. 4, ബില്ല് വരുമ്പോൾ ഇടയിൽ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു പരിചയമില്ലാത്ത ഡോക്ടർ. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറായപ്പോൾ ഞാൻ അബുദാബിയിലെ ആ സമയത്ത് ഹിബിത എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരിയുടെ സുവിശേഷം പറഞ്ഞു. ആ സഹോദരി രക്ഷിക്കപ്പെട്ടു. ആ സഹോദരി ഫോൺ എടുത്ത്, പാസ്റ്റർ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാൻ എന്റെ കൂട്ടുകാരോട് സുവിശേഷം പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞ സുവിശേഷം എന്റെ കൂട്ടുകാരോട് പറഞ്ഞു, അവരും ഒരു നായർ കുടുംബമാണ്, അവരും രക്ഷിക്കപ്പെട്ടു പാസ്റ്ററെ. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു, പാസ്റ്ററെ ഈ സുവിശേഷം പറഞ്ഞ പാസ്റ്റർ ഒന്നും കൊടുത്തില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. പാസ്റ്ററിന്റെ ആ അഡ്രസ് ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 1 മണിക്കൂർ കഴിഞ്ഞ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സൗകര്യം വിളിച്ചു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സൗകര്യം പറഞ്ഞു, പാസ്റ്ററെ അക്കൗണ്ട് ചെക്ക് ചെയ്യണം, എന്റെ കൂട്ടുകാരി ഒരു 33,000 രൂപ അക്കൗണ്ട് ഇട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മേജർ ഓപ്പറേഷൻ വിധേയമാകും, തക്ക സമയത്ത് ഞാൻ എന്റെ വേണ്ട മുഴുവൻ പണം തരും. പ്രൈസ് ദി ലോർഡ്. ഓപ്പറേഷൻ കഴിഞ്ഞു. ആ ഹോസ്പിറ്റലിൽ എത്തിച്ചാകിയ സമയത്ത് ഡോക്ടർ പറഞ്ഞതെല്ലാം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഏതാണ്ട് 15,000 രൂപ ബില്ല് വന്നു. ഡോക്ടറെ കൊണ്ട് കൊടുത്തു. ഡോക്ടറിനകത്ത് 2,000 രൂപ എന്റെ ദേശാംശമാണെന്ന് പറഞ്ഞ് 2,000 രൂപ കുറച്ചിട്ട് പറഞ്ഞ് 13,000 ഇവിടെ അടച്ചിട്ട് പോണേന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആമേൻ ആ പണം അടച്ചു. 1 മാസം എന്റെ വൈഫിനെ സൂക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള ഒരാളിനെ വീട്ടിൽ വെച്ച്
ആ കാര്യം ക്രമീകരിപ്പാനൊക്കെ ദൈവം സാവകാശം ഞാൻ ഓർമ്മപ്പെടുത്തി നടത്തി വിവരങ്ങളോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല, എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. ഈ ദൈവം ഇന്നേക്കും വലിയ ദൈവമാണ്. ഞാൻ അനുഭവിച്ചറിഞ്ഞ കർത്താവിനെ എങ്ങനെ വിട്ടുപിരിയാൻ ഇടയായിത്തീരും. ദൈവത്തിന് ശക്തനാ. ആമീൻ, ഹല്ലേലൂയ. ഒരു വേള ഞാൻ ദേശത്തേക്ക് പോകുമ്പോൾ പരിശുദ്ധ പറഞ്ഞ പാസ്പോർട്ടിന്റെ അറ്റസ്റ്റിന്റെ കോപ്പി എടുക്കണം. എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. ആമേ, ഞാൻ ഗോഹയിൽ ഇറങ്ങി 60 ദിവസം അവിടെ ഉണ്ടായിരുന്നു. 60 ദിവസം ഞാൻ 2 മാസം ഒരു നേരം ഭക്ഷണം കഴിച്ച് ഉപവാസമായിരുന്നു. 60 ദിവസം ഞാൻ ദുബൈയില 2006 ആദ്യമായിട്ട് ദുബൈയിൽ ഇറങ്ങിയ TPM ചൈന എനിക്ക് വിസ തരുന്നത്. ആമേ, ആ വിസ ഞാൻ സ്വപ്നം കാണുന്നു. അവരുടെ എമിറേഷൻ ചെല്ലുമ്പോൾ എന്നെ തടഞ്ഞു വെച്ചിരിക്കുന്നു. നീ അണ്ണായി എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തുന്നു. ഇങ്ങനെ വെളിപ്പാട് കണ്ടു. ഞാൻ എനിക്ക് വിസ ചായനോട് പറഞ്ഞു, ചായ എനിക്ക് വരാൻ പറ്റും, പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാനോ സ്വപ്നം കണ്ടിട്ടിരിക്കുക, ദൈവമാണ് നിങ്ങളെ അയച്ചെങ്കിൽ ദുബൈയിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി ചെല്ലുമ്പോൾ പോലീസുകാരനിങ്ങനെ പോലീസുകാരനാ അദ്ദേഹം നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, നീ അല്ലെങ്കിൽ മാറി നിൽക്കാൻ പാസ്പോർട്ട് ചെക്ക് ചെയ്തു നോക്കിയപ്പോ കാരണം എന്റെ കവളെല്ലാം കുഴിഞ്ഞ് കണ്ണെല്ലാം കുഴിഞ്ഞ് 60 ദിവസം ഉപവാസം കഴിഞ്ഞ് കയറി വരികയല്ലേ. നാട്ടിൽ 20 ദിവസം ഉപവാസം കഴിഞ്ഞാൽ പോകുന്നത്. അപ്പം എത്ര ദിവസം ഫാസ്റ്റിംഗ് ആണെന്നറിയാമോ? കണ്ണെല്ലാം കുഴിഞ്ഞ് കവളെല്ലാം മുട്ടി. ഞാനേ അല്ല പ്രൈസ്. അതേ രീതിയായി എന്നെ മാറ്റി നിർത്തി. ഞാൻ എന്തിനൊന്നറിയാതെ ഞാൻ ഭാരപ്പെട്ടു. ഭാഷ അറിയത്തില്ല. അവിടെ എന്റെ ഹൃദയത്തിൽ ഇരുനാഥം പോലെ ഒരു ശബ്ദം കേട്ടു. പ്രൈസ്. എന്റെ വെട്ടിക്കത്തിരുന്ന ആർട്ടിസ്റ്റ് കൂപ്പനെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പോഴെങ്കിലും സാധനം കൈകൊണ്ടെന്ന് തിരിച്ചറിയുന്നത്. പെട്ടെന്ന് പെട്ടു തുറന്നും ഈ കോപ്പി ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് കൊണ്ട് ഈ പോലീസിനെ കൊണ്ട് പല ദേഷ്യപ്പെട്ട് അത് കൈ തട്ടി അങ്ങ് പറിച്ചിട്ട് ഊക്ഷമായിട്ട് നോക്കി. പ്രൈസലോ മാറി നിൽക്കാൻ പറഞ്ഞു. പ്രൈസലോ ഞാൻ മാറി നിന്നു. വേഗം തൊട്ട് 2 സായിപ്പന്മാരെ മുന്നോട്ട് വിളിച്ചിട്ട് ഈ ഫോട്ടോയും ഈ ഐഡന്റിറ്റി കാർഡും കാണിച്ചു. ഇത് തന്നെയാണോ ആളാണോ ചോദിച്ചപ്പം സായിപ്പന്മാർ തലകുലിക്കാണെന്ന് പറഞ്ഞു. എന്റെ പാസ്പോർട്ടിൽ വിസ ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് ഞാൻ ദുബൈ ഇറങ്ങുന്ന ആദ്യത്തെ എന്റെ അനുഭവമാണ്. 6 മാസം ആ രാജ്യത്തിൽ ആമേ സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ ഒരുക്കി. ആമേ, ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഞാൻ പണത്തിന് വേണ്ടി എങ്ങും ഓടിയിട്ടില്ല. ആമേ, പണമല്ല എന്റെ വിഷയം. ഒരു ഭാവി മാനസാന്തരപ്പെടുന്നതാണ്, ഒരു രക്ഷിക്കപ്പെടുന്നുള്ളതാണ്. ആ ഒരു അനുഭവമാണ് ഇന്നും ചെയ്യുന്നത്. ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുക. ഇനി മുമ്പിൽ വന്ന കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് എനിക്ക് സ്ഥലം മാറ്റി തന്നു. ആമേ, സ്തോത്രം. ആരുമില്ല. 40 വർഷമായിട്ട് ഉള്ള സഭയാണ്. ആമേ, സെൻട്രൽ മാസ്റ്റർമെന്റ് സഭയാണ്. ആ വിശ്വാസമില്ല അടച്ചു കൂട്ടിയിട്ടൊരു സഭ എനിക്ക് മാറ്റം തന്നു. ആമേ, ഞാൻ പറഞ്ഞു, സാറേ, ദൈവകമാണെങ്കിൽ ഞാൻ പോകും, മനുഷ്യകമാണ് ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ 7 ദിവസം ഉപവാസം ഇരുന്നു. 5-ാം ദിവസം വിശ്വാറിന്റെ ഒരു ദൂത കത്താന്ന് ആരെനിക്ക് വേണ്ടി പോകും, ആരെന്നെ അയക്കും, ആരെനിക്ക് വേണ്ടി ഞാൻ ആരെ അയക്കണ്ടു, ആരെനിക്ക് വേണ്ടി പോകുമെന്നുള്ള 6-ാമത്തെ 8-ാമത്തെ വാക്യം എന്നെ വെളിപ്പെടുത്തത് വായിച്ചു. ഞാന് സാറിനെ വിളിച്ചത്, സാറേ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, എനിക്കൊരു പുതിയ പ്രവർത്തനം മതി, ഇരുന്ന് മുടിച്ച സമയം എനിക്ക് വേണ്ട, ഞാനൊന്ന് നട്ടു വളർത്തിക്കോളാം, എനിക്ക് മാറ്റി തരാൻ പറഞ്ഞു. സ്ഥലപ്പേരൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ട്രാൻസ്ലേറ്റ് തന്നു. ഞാൻ ചർച്ച വായിച്ചു. ആമേ, പിറ്റേ ആഴ്ചയിൽ ഞാൻ വന്നു. ദൈവം എനിക്ക് അവർ വെളിപ്പാട് തന്നു. അങ്ങനെയാണ് ഞാൻ ട്രെയിൻ കയറി മുംബൈ വരുന്നത്. എങ്ങോട്ട് പോകും ഒരു പിടിയുമില്ല. ആരുണ്ട്? കുറച്ച് മലയാളികളൊക്കെ എനിക്ക് പലപ്പോഴും വന്നുള്ള പരിചയമല്ലാതെ ആമേ ഇങ്ങനെ സ്റ്റേജ് ആൾ സ്വീകരിക്കും. അതെ, എനിക്കൊരു കുടുംബ പരിചയമുണ്ട്. അവർക്ക് ഒറ്റൊരു മകനാണ്. അവർ നേർകൊണ്ടത്ത് വന്നവരാണ്. ഓരേവരാണ് താമസം. ആ മകൻ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് 1-ാം വർഷ പരീക്ഷയ്ക്ക് തലേദിവസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുസ്തകമെല്ലാം വലിച്ചെറിഞ്ഞ ഒരു ഭ്രാന്തനായി കട്ടിലേക്ക് കയറി വിക്രമത്തിരിക്കുകയാണ്. ഒരു പാസ്റ്റർ മുഖാന്തരം ആ രോഗിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. 3 ദിവസം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചും ആ മകന് പൂർണ്ണ സൗഖ്യമായി. അവന്റെ അപ്പന്റെ ശരീരം 8 ഭൂതങ്ങൾ പോയി. അങ്ങനെ ആ കുടുംബം വിടിവിക്കപ്പെട്ടു. ഇന്ന് ആ മകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് മുംബൈയിൽ തന്നെ ജോലിയാണ്. അവന് 21 വയസ്സുണ്ട്. അങ്ങനെ ആ ഒരു അങ്ങനെ ബന്ധം എനിക്ക് പറയാനുണ്ട്.
ഞാൻ താമസിക്കാം. ഞാൻ അത് വിളിച്ചു പറഞ്ഞു, ഞാൻ അതുപോലെ വന്നു. ഒരു കൊച്ചൊരു വീടാ, ഒരു ചെറിയ റൂമും ഒരു ബെഡ് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. അവര് 3 പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവനെ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ ബെഡ് എനിക്ക് വന്ന് കട്ടിലെനിക്ക് വന്നിട്ട് അവര് ഹാളിനകത്ത് കുഞ്ഞിനെ കാണുന്നു. അതിനകത്ത് അവർ 3 പേര് കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ ഒരു ദൈവദൂതനെ പോലെ സ്വീകരിച്ചു. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വെള്ളം ചൂടാക്കി വെക്കും. ഞാൻ വന്നിട്ട് ഭക്ഷണം കഴിക്കത്തുള്ളൂ. അങ്ങനെയായിരുന്നു സ്ഥലം. 1-2 പ്രാവശ്യമൊക്കെ അവിടെ ഒരാഴ്ച എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. എങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? 8 മാസം ബോംബെ വീടില്ലാതെ ഓരോ വീടുകൾ കയറി ഇങ്ങനെ പ്രാർത്ഥിച്ച് വിളിച്ചു സന്ധ്യാകുമ്പോൾ വിളിക്കും. പകലെല്ലാം ബാഗ് തൂക്കി, അതിനകത്ത് ഡ്രസ്സുണ്ട്, എല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം തൂക്കിയാണ് നടക്കുന്നത്. സ്തോത്രം. ഒരു സഹോദരിയുണ്ട്. അവിടെ കൊണ്ട് കൊടുക്കും. ഡ്രസ്സ് പഴയതാകുമ്പോൾ മുഷിയുമ്പോൾ അവർ കഴുകി വെക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടത്. 8 മാസം ഇല്ലാതെ നടന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ദുഃഖാനുഭവം ബോംബെയിലുണ്ടായി. കാരണം താമസിക്കാൻ ഇടമില്ല. റോംബൂരിൽ ഒരു വീട്ടിലേക്ക് ഞാൻ വിളിച്ചു. റോംബൂരിൽ 20 രൂപ ഷെയർ ഓട്ടോയാണ്. ആ പ്രതിപാസ്തി കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഒരു 11 മണിയായി. ഞാൻ ആ വീടോടെടുക്കാറായപ്പോൾ ആ മനുഷ്യൻ വിളിച്ചു പറയാം, പാസ്റ്റേ എവിടെ? ഞാൻ പറഞ്ഞ ഇവിടെ ഇന്നലെ വീടിന് താഴെയായി. സോറി പാസ്റ്റേ, ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, അവരിന്ന് ഇവിടെ താമസിക്കുന്നുണ്ട്. പാസ്റ്റർ അന്വേഷിക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? അത് 11:30 ഇനി ആരെ വിളിക്കുന്ന സമയത്ത്? പ്രൈസ് ദി ലോർഡ്. അതെ, ഞാൻ അവിടുന്ന് തിരിച്ച് ബോംബെ സ്റ്റേഷനിൽ വന്നു. എങ്ങോട്ട് പോകുന്ന അറിയാതെ ആ സ്റ്റേഷൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ വിചാരിക്കുകയും ആ പഴയ വീട്ടിലോട് വിളിച്ചു ചോദിക്കാം. അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ പാസ്റ്റിങ് പോകാതെന്ന് പറഞ്ഞു. രാത്രി ഒരു 2 മണിയായി. ഞാനവിടെ ചെല്ലുമ്പോ അവര് ആഹാരം വെച്ച് കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർമ്മപ്പെടുത്തിയത് 8 മാസം കഴിഞ്ഞപ്പോ ഞാൻ എൻ്റെ പൈസ വന്നു ഡൊണേഷൻ കൊടുക്കാൻ. സെക്യൂരിറ്റിയുള്ള പൈസയായപ്പോൾ ഞാൻ ഒരു 3 ദിവസം ഒരു ചർച്ചിൽ പോയി. മുമ്പുള്ള ഒരു ചർച്ചിൽ പോയി. ഉപവാസം എനിക്ക് വേണ്ടി മാത്രം 3 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ 2-ാം ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർക്ക് വീടായി വേഗം വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നാളെ ഞാൻ വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ട്രെയിൻ കയറി ഭയങ്കര വന്നു. ഒരു എയറോനോട്ടിക് എഞ്ചിനീയർ ഉണ്ട്, നല്ല സോപ്പനുണ്ട്. അദ്ദേഹമായി പരിചയപ്പെട്ടത് ഞാൻ വിചാരിച്ചു ഇത്രയും അവിടെ ഒക്കെ വാങ്ങും വിചാരിച്ചു. അദ്ദേഹം വന്ന് വാതിൽ തുറന്ന് ചാവി എന്ന് പറഞ്ഞിട്ട് പാസ്റ്റേ എനിക്ക് ഡിപ്പോസിറ്റ് ഒന്നും വേണ്ട, എനിക്ക് വാടക ഒന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ് 3 വർഷം ഞാൻ അവിടെ താമസിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെ 3 വർഷം ആ ബിൽഡിംഗ് അനുകൂലമായതുകൊണ്ട് ആ വീട്ടിൽ തന്നെ സഭായോഗം തുടങ്ങി. എങ്ങനെ സഭ എങ്ങനെ ആരംഭിച്ചു ചോദിച്ചാൽ, ഞാൻ വന്നതിന് 3-ാമത്തെ ആഴ്ചയിൽ മാട്ടുകളോട് ചർച്ചിൽ സൂക്ഷിക്കുമ്പോൾ അവിടെ ഒരു ദൈവദാസൻ നല്ല സ്വപ്ന താമസിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റേ നല്ല സ്വപ്ന രോഗിയുണ്ട്, ആ രോഗിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒരു വിടുതലുണ്ടാകും, അവിടെ ജനത്തെ കിട്ടുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തിനാ വന്നൊന്നും ആ മനുഷ്യൻ അറിയത്തില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഞായറാഴ്ച 5 മണിയായപ്പോ അവിടെ വന്ന് ഒരു രൂപീക്കാന്റെ വീടാണ്. അത് അനുജന്റെ മകള്. സ്തോത്രം. 30 വയസ്സുണ്ട്. സ്തോത്രം. അവൾക്ക് ഫിക്സ് വന്ന് താഴെ വീഴുക. ഭാഗം നടന്നിട്ടില്ല, പഠിക്കാൻ പറ്റില്ല. നല്ല ഗ്ലാമറുള്ള സഹോദരി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയിൽ ആ ഭൂതമിളകി. പ്രൈസ് ദി ലോർഡ്. ആ പിശാച് ഇളകി. അവിടെ ഉള്ള കൈവശം ഛർദ്ദിച്ചു. അവള് പൂർണ്ണ സൗഖ്യമായി. ഇന്ന് അവളെ കല്യാണം കഴിച്ചു. പോലീസുകാരന, 2 മക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ വീട്ടിൽ ഞായറാഴ്ച സഭയോഗം ആരംഭിച്ചു. 8 മാസം അവിടെ നടത്തി. 8 മാസം കഴിഞ്ഞ് എനിക്ക് വീട് കിട്ടി. വീട്ടിലോട്ട് സഭയോഗം മാറ്റി. 1.5 വർഷം അവിടെ നടത്തി. ആള് കൊള്ളാതെ വന്നപ്പോൾ ഒരു സ്കൂളിലേക്കാണ് മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ 10 വർഷമായി കഴിഞ്ഞു ബോംബെയിൽ വന്നിട്ട്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഈ മാസം 25-ാം തീയതി ആരാധന സമയത്ത് RSSഉം BJPയും പോലീസുകാരും സംഘം കയറി വന്നു. ഇത് സ്കൂളാണ്, ഇവിടെ അലോടല്ല, നിങ്ങൾ ഇറങ്ങിത്തരണം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് റൂമോ കാര്യമുണ്ടെങ്കിൽ അവിടെ നടത്തിക്കോ എന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് ഇറക്കി വിട്ടു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ആരാധന ഒരു 3 ആഴ്ച ഞങ്ങൾ സൂമിൽ നടത്തി. ഇപ്പോൾ പിൻഡോസാന്റെ സ്കൂളിൽ ഞങ്ങൾ നടത്തുകയാണ്. ഒരുപാട് പേരെ സ്നാനപ്പെടുത്തിയ, ഒരുപാട് ഭൂതങ്ങളെ പുറത്താക്കിടയായി, ഒരുപാട് രോഗികൾ സൗഖ്യമായി. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പേരുടെ വിഷയം പരിഹാരമായി. ഇന്നും ആത്മീയ ശുശ്രൂഷയിൽ വളരെ ശ്രാദ്ധയോടെ നിൽക്കുന്നു. ഒരു സൂം മീറ്റിംഗ് എല്ലാ മാസവും ഒരാഴ്ച നടത്തുന്നു. ചില ബുധനാഴ്ചയുണ്ട്. കർത്താവ് കൃപയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മൂത്ത മകൾക്ക് 2 മക്കളാണ്, ആണും ഒരു പെണ്ണും. അവർ കർത്താവിന് വേല ചെയ്യുന്നു. ഇളയ മകൾക്ക് ഒരു മോളാണ്. അവർ കർത്താവിന് വേലയിൽ മോന് ഡിഗ്രി കഴിഞ്ഞിട്ട് ബൈബിൾ കോളേജില്
പാർട്ട് ടൈമായിട്ട് പഠിച്ച് ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെ മുംബൈയില് ജോലി വേല ചെയ്യുന്നു. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ഒരു അവസരം ഈ ലൈവിൽ സാക്ഷ്യം ഒത്തിരി പറയാനുണ്ട്, എങ്കിലും ചുരുക്കി അങ്ങ് പറയാണ്. ഇത്രത്തോളം സമയം സാക്ഷ്യം പറയുവാനായിട്ട് എനിക്ക് അവസരം ലഭിക്കുന്നതായ ആമേ സിസ്റ്ററോടുള്ള ആമേ നന്ദിയും സ്നേഹവും വന്നു അറിയിക്കുക. ദൈവം ധാരാളം അനുഗ്രഹിച്ച ഈ സാക്ഷ്യം അനേകർക്ക് ഉപകാരപ്രദമായി മാറട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ ജോസ് ടി വി ഓർത്ത് നിശ്ചയമായും പ്രാർത്ഥിപ്പ് കടപ്പെട്ടിരിക്കും. ഇപ്പോൾ വന്നു കയറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു പാസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് ദേശത്ത ദൈവദാസനെ ഉപയോഗിക്കട്ടെ. അനേകർക്ക് വിടുതലും ആശ്വാസവും കർത്താവിനെ കാട്ടിക്കൊടുക്കാൻ പിന്നെയും കർത്താവ് ദൈവദാസനെ ഇടയാക്കി തീർക്കട്ടെ. ഗോഡ് ബ്ലസ് യു പാസ്റ്ററെ. ദേവദാസനെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഈ ജോസ് ടിവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങളെ കർത്താവ് മാനിക്കണമേ. അനേക രാജ്യങ്ങളിൽ പാർക്കുന്ന തന്റെ ജനത്തിന് കർത്താവേ ഒരാശ്വാസമായി, സമാധാനമായി, സന്തോഷമായി മാറുവാൻ ദൈവമേ അങ്ങ് ഒരുക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ ആരംഭിച്ചത് കർത്താവേ ഒരു ശക്തി കുടച്ചളെ കഴിയത്തില്ല എന്ന് വിശ്വസിക്കുകയാണ്. ഉടമനരകതുനി ശബ്ദനരകവസി ശാരകരകസിയാദി ആമേ ഹല്ലേലൂയ. ആമേ ദൈവമേ അങ്ങ് പണിയുന്ന ദൈവമാകയാൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ വളരെ വിശാലമാകണമേ. ഈ അനേകർ സാക്ഷ്യം പറയുവാൻ ഈ യൂട്യൂബ് ചാനലിലേക്ക് വന്ന് അവർ സാക്ഷ്യം പറയുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തരത്തിലും കർത്താവേ ഇത് ബ്ലോക്കായി പോകുവാൻ അങ്ങ് അനുവദിക്കത്തില്ലല്ലോ. വിശ്വസിക്കുന്ന കർത്താവേ നേതൃത്വം കൊടുക്കുന്ന ദൈവദാസിക്കായി പ്രാർത്ഥിക്കുന്നു. ഇതുവരെ കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കണമേ. കുടുംബത്തെ തലമുറകളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ വിശ്വാസികളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിപ്പാൻ ഇടയാകുന്നു പ്രാർത്ഥിക്കുന്നു. ആ സാധുവായ അടിയനിമിന്റെ അവസരം കർത്താവെ ഒരുക്കി തന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. കർത്താവിന്റെ നാമത്തുള്ള വന്ദന സ്നേഹമെല്ലാം ഓർമ്മപ്പെടുത്തി കർത്താവെ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. കർത്താവ് സഹായിക്കട്ടെ. ഓക്കേ പാസ്റ്റർ.